السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ അനുഗ്രഹീതമായ വേദിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമുക്കൊക്കെ പ്രിയങ്കരനായ കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ആത്മീയ നായകൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, പ്രതിഭാസമ്പന്നനായ പണ്ഡിതൻ ഷെയ്ഖുൽ ജാമിഅ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറാംഗം ബഹുവന്യനായ ഉസ്താദ് ചേലക്കാട് ഉസ്താദ് അവർകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, അധ്യക്ഷൻ ബഹുമാന്യനായ കുട്ടി ഹസൻ ദാരിമി, ആർ വി അബ്ബാസ് ദാരിമി, ആർ വി അബൂബക്കർ ദാരിമി, പാലത്തായി മൊയ്തു ഹാജി തുടങ്ങി നമ്മുടെ സ്ഥാപനത്തിലെ ബഹുവന്യരായ ഗുരുവര്യന്മാർ, നേതാക്കൾ, പണ്ഡിതന്മാർ, ഈ മഹിതമായ സ്ഥാപനത്തെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ ഒത്തുകൂടാൻ ഭാഗ്യം സിദ്ധിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ടൊരു അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഈ മഹിതമായ സ്ഥാപനം അറിയപ്പെടുന്നത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ നാമധേയത്തിലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാനുഭാവന്റെ കൂടെ സ്വർഗത്തിൽ ഒന്നിക്കാൻ നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. ഇതിൻ്റെ സംസ്ഥാപനം മുതൽ ഈ നിമിഷം വരെ ഈ സ്ഥാപനത്തിന് വേണ്ടി ശാരീരികമായും സാമ്പത്തികമായും അധ്വാനിക്കുന്ന ഒരുപാട് ആളുകൾ യമാനിയെ സ്നേഹിച്ചുകൊണ്ട് പരിസര പ്രദേശങ്ങളിലും മറ്റുമുണ്ടാകും. അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമുക്ക് തേടാം, ഈ നല്ല സ്ഥാപനത്തിൻ്റെ സഹകാരികൾക്ക് പടച്ച റബ്ബ് ദീർഘായുസ്സും ആഫിയത്തും മഹിതമായ പ്രതിഫലവും നൽകുമാറാവട്ടെ. കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ട ഹാഫിളീങ്ങൾ ഇവിടുന്ന് സനദ് വാങ്ങി പുറത്തു പോവുകയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയ ഒരു വ്യക്തി ഭൂമിയിലുള്ളപ്പോൾ നക്ഷത്രത്തെ പോലെ തിളങ്ങുമെന്നാണ് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. ആ തിളക്കമാർന്ന ജീവിതത്തിന് അവസരമൊരുക്കി കൊടുത്ത ഒരു വലിയ സ്ഥാപനത്തിൻ്റെ മണിമുറ്റത്താണ് നമ്മളുള്ളത്. മാത്രമല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആളുകൾ, ഏറ്റവും മികച്ച ആളുകൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് സമൂഹത്തിൽ ഉത്തമർ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ അത്തരമൊരു സ്ഥാപനത്തിന് നമ്മൾ വേദിയൊരുക്കുക എന്ന് പറയുമ്പോൾ, ആ കുട്ടികൾക്ക് നമ്മൾ വല്ല സഹായവും ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സവിശേഷത പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല ഇവിടെ ശരീഅത്ത് അക്കാദമി മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പഠിച്ച് അവസാനം കുറ്റിക്കാട്ടൂർ യമാനിയയിൽ പോയി ബിരുദമെടുത്ത് പുറത്തു വരുന്ന ഒരു സംവിധാനമായി കുറ്റിക്കാട്ടൂർ യമാനിയയുടെ ഒരു അഫിലിയേറ്റഡ് കോളേജായിട്ടാണ് ഇവിടുത്തെ ശരീഅത്ത് അക്കാദമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വർഷത്തെ കോഴ്സാണ്?
12 വർഷം. അത് മതഭൗതിക വിദ്യാഭ്യാസ സമന്വയ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ സംബന്ധമായ ഒരു കാര്യം, മതപരമായ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ആളുകൾ വളരെയധികം അലംഭാവം കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. മതവിദ്യാഭ്യാസ രംഗത്ത് സമൂഹത്തിന് താല്പര്യമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്ന് പറയുമ്പോൾ ഭൗതിക വിദ്യാഭ്യാസം മാത്രം മതി എന്നൊരു ചിന്താഗതിയിലേക്ക് നമ്മുടെ സമൂഹം വഴിമാറിപ്പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇന്നലകളിൽ നമുക്ക് ഭൗതിക വിദ്യാഭ്യാസം പോലും അന്യമായിരുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ അല്പം മുന്നേറിയപ്പോൾ നമുക്ക് മതവിദ്യ വേണ്ടെന്നായി. ആ ഒരു അവസ്ഥയിലേക്ക് സമൂഹം എത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ പരിശോധിച്ചപ്പോൾ കാണുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാനുള്ള ഒരു പ്രക്രിയയായി സമൂഹം മാറ്റി എന്നതാണ്. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാനുള്ള ഏർപ്പാടായി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ പലരും മാറ്റി. ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റി എഴുതിയില്ലെങ്കിൽ അപകടകരമായ ദുരന്തത്തിന് നമ്മൾ സാക്ഷികളാവും. മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും രണ്ട് വിദ്യാഭ്യാസമാണെങ്കിലും ലക്ഷ്യം പണമുണ്ടാക്കലല്ല. ഇനി ഭൗതിക വിദ്യാഭ്യാസം ഒരുപക്ഷെ അതിൻ്റെ ഒരു മേഖലയായി നമ്മൾ കാണുന്നെങ്കിൽ പോലും ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം മതപരമായി ലഭ്യമാക്കൽ അവൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കടമയാണ്. ചെറുപ്പത്തിലെ ഒരു കുട്ടിക്ക് മതവിദ്യ പഠിപ്പിച്ചു കൊടുക്കണം. ആ മതവിദ്യ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നാളെ പരലോകത്ത് അവൻ വിജയിക്കുക എന്ന ഒറ്റ കാരണമാണ്. നാളെ പരലോകത്ത് വിജയിക്കുന്ന വിഭാഗത്തിൽ പെടാൻ വേണ്ടിയാണ് ഈ പ്രവർത്തനമെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത്. ഭൗതികമായ ഒരു മനുഷ്യൻ അല്ലാഹു റിസ്ക് നൽകുന്നതും അവന് വിഭവം നൽകുന്നതും വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല. നല്ല വിദ്യാഭ്യാസമുള്ള ഒരാൾക്കൊരു പക്ഷെ പട്ടിണി കിടക്കേണ്ടി വരും. അത് ശർഈയായ വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും ഒരുപക്ഷെ ഭൗതിക വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും. നേരെ മറിച്ച് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, തൻ്റെ പേര് പോലും എന്ന് എഴുതി ചെക്കിൽ ഒപ്പിടാൻ കഴിയാത്തയാൾ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളുകളെ ഓരോരുത്തരെയും നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അവരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാകും യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസവും ഇല്ലാത്തവനാണെങ്കിൽ പോലും നല്ല തുക കൈകാര്യം ചെയ്യുന്ന ബിസിനസിന്റെ ഉടമയായിരിക്കും. അതല്ലെങ്കിൽ കുടുംബപരമായി വലിയ ആസ്തിയുള്ളവനായിരിക്കും. എന്താ കാരണം? ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസമല്ല അവൻ്റെ ഈ സാമ്പത്തികമായ ഉയർച്ചയുടെ മാനദണ്ഡമായിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ ഈ സമൂഹത്തെ പഠിപ്പിച്ചതാണ്. ഇൽമെന്ന് പറയുന്നത് ജീവൻ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് നൽകുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ദീനിന് ജീവൻ നൽകുന്ന പ്രവർത്തനമാണത് എന്ന ഉദ്ദേശത്തോടെ പഠിക്കണം. ദീന് ഹയാത്താക്കാനാണ് ഒരു മനുഷ്യന്റെ ഭൂമുഖത്തുള്ള ഏറ്റവും വലിയ കടമ. ആ കടമ നിർവഹിക്കാൻ പാണ്ഡിത്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കലാണ് പ്രധാനം. അതിന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ പഠനം പ്രധാനമാണ്. അവർക്ക് ഇനി തുടർന്ന് ശരീഅത്ത് കോളേജിൽ പഠിക്കാം, ശരീഅത്തിൽ ബിരുദം നേടാം, അതോടൊപ്പം ഭൗതിക വിദ്യയും നേടാം. അല്ലാതെ റിസ്ക് മാനദണ്ഡമാക്കിയുള്ള പഠനം പരിശുദ്ധ ദീൻ അങ്ങനെ പറയുന്നില്ല. മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തി കൊണ്ടാണ് അവൻ അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നത് എങ്കിൽ മൃഗങ്ങൾക്ക് അത് ലഭ്യമാകില്ലല്ലോ. താരിഖിന്റെ കിതാബിൽ കാണാം, വലൗകാനത്തിൽ അർസാഖു തഅതി അലൽ ഹിജാ ഇദൻ ഹലകത മിൻ ജഹ്ലിഹിന്നൽ ബഹായിമു. വലൗകാനത്തിൽ അർസാഖു തഅതി അലൽ ഹിജാ. ഒരു മനുഷ്യന്റെ ബുദ്ധിശക്തി കൊണ്ടാണ് പടച്ചറബ് അവന് ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ, ഹിജ എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തിയാണ്, അവന്റെ തൻ്റെ ഇടം, ബുദ്ധിശക്തി, ബുദ്ധികൂർമ്മത. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ കരുതിയാൽ മൃഗങ്ങൾ മുഴുവൻ അവരുടെ ജഹ്ല് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ചത്തുപോകേണ്ടതല്ലേ? പോത്തിന് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ. ആ ജീവി ഒരു കലാലയത്തിലും പഠിച്ചില്ല എന്ന് മാത്രമല്ല ബുദ്ധിയില്ലാത്തതിന്റെ പ്രതീകമായിട്ട് നമ്മൾ അതിനെ പറയാറുള്ളത്. അതിന് നല്ല ഭക്ഷണം കിട്ടുന്നു, സുഖമായി കിടന്നുറങ്ങാൻ കഴിയുന്നു, അതിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു. അത് വിദ്യാഭ്യാസം കൊണ്ട് നേടിയതല്ല. നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യന്മാർ ഒരു പക്ഷേ സർട്ടിഫിക്കറ്റും കൊണ്ട് ഇങ്ങനെ നടക്കും, ഒരു ജോലി കിട്ടിയിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് സ്കൂളിൻ്റെ പടി കാണാത്തവൻ ചിലപ്പോൾ വലിയ കച്ചവടവും ബിസിനസ്സുമായി പൊങ്ങിപ്പറന്ന് കാറിലും ടെറസ് ബിൽഡിങ്ങിലുമായിട്ട് പോകുന്നുണ്ടാവും. അത് സ്വാഭാവികമാണ്. ഇൽമിന്റെ അടിത്തറ എന്ന് പറയുന്നത് സമ്പത്തുണ്ടാക്കലല്ല. അതാണ് മഹാന്മാർ പഠിപ്പിച്ചത്. എത്രയോ ബുദ്ധിമാന്മാർക്ക് എത്ര ബുദ്ധിമാന്മാർ, എത്ര നല്ല നല്ല ബുദ്ധിയും വിവേകവും തൻ്റെ ഇടമുള്ള ആളുകൾ.
അഴിയത്ത് മദാഹിബുഹു, അവന്റെ വഴികളൊക്കെ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മുമ്പിൽ ജീവിതത്തിന് മാർഗമില്ലാതായിരിക്കുന്നു. ജാഹിലിൻ, എത്രയോ ജാഹിലിങ്ങൾ, വിവരമില്ലാത്തവൻ, തെൽക്കാഹു മർസൂക്ക, അവൻ ഇഷ്ടംപോലെ ഭക്ഷണം, വിഭവം, സമ്പത്ത്, സൗകര്യം അള്ളാഹു നൽകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താ കാരണം? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, മനുഷ്യൻ അള്ളാഹു റിസ്ക് നൽകുന്നത് അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ്. അത് നമ്മളെ പഠിപ്പ് നോക്കിയിട്ടല്ല. പക്ഷെ നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന മനുഷ്യനായി ജീവിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രക്രിയ ലോകത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഫത്തിന്റെ അഹ്ലുകാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പകർന്നിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ലോകത്ത് സ്പ്രെഡ് ചെയ്ത ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദീപശിഖ അക്കാദമിക മേഖലയിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ഇന്ത്യയിൽ ഇസ്ലാമിക വിദ്യാഭ്യാസം 4 ഘട്ടങ്ങളായി നടന്നത് കാണാൻ കഴിയും. ഒന്ന്, അറബികളുടെ സ്വാധീന കാലഘട്ടത്തിൽ ഇസ്ലാം ഇവിടെ വന്നു. അറബ് സ്വാധീന കാലഘട്ടം, അത് കഴിഞ്ഞാൽ പിന്നെ പേർഷ്യൻ സ്വാധീന കാലഘട്ടം, അത് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ അധിനിവേശ കാലഘട്ടം, പിന്നെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം. ഈ 4 കാലഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പഠന പ്രക്രിയ നമ്മുടെ കേരളക്കരയിൽ എന്ന പോലെ തന്നെ ഇന്ത്യയിൽ മൊത്തത്തിൽ എങ്ങനെ നിർവഹിക്കപ്പെട്ടു പലപ്പോഴും നമ്മളത് ചർച്ച ചെയ്യാറില്ല. പക്ഷെ കേരളത്തിന്റെ ഇത് തികച്ചും വ്യത്യസ്തമാണ്. അതിന്റെ കാരണം പള്ളി ദർസാണ്. ആ പള്ളി ദർസിന്റെ പവിത്രത കൊണ്ട് ഉണ്ടായിത്തീരുന്ന പാണ്ഡിത്യവും അതുപോലെ റുസൂഹും ആ സംസ്കാരവും ശൈലിയും ഷിആറും അത് മറ്റൊന്നുകൊണ്ടും ഉണ്ടായിത്തീരുന്നില്ല. അതാണ് കേരളത്തിന്റെ പള്ളി ദർസുകളും ഇപ്പോൾ കേരളത്തിൽ അതിന് തുല്യമായി വന്ന അറബി കോളേജുകളും തെളിയിക്കുന്നത്. ഇന്ന് നമുക്ക് രണ്ടും ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ സ്ഥാപിച്ച ഇത്തരം കോളേജുകൾ സത്യത്തിൽ അറബി കോളേജ് ആണെങ്കിലും അത് പള്ളി ദർസിന്റെ മാർഗരേഖയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പള്ളി ദർസിന്റെ അവലംബമാണ് ശരിക്കും ഇത്തരം കോളേജുകൾ ആർജിച്ചെടുത്തിട്ടുള്ളത്. ഇസ്ലാമിന്റെ ആഗമനം മുതൽ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യത്തെ 10 നൂറ്റാണ്ട് വരെ വിശാലമായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ അക്കാദമിക സംവിധാനത്തിലൂടെ തന്നെ നടന്നിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി ആത്മീയ പ്രചരണങ്ങളാണ് പ്രധാനം. ഇന്ത്യയിൽ ഡൽഹി കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന രാജകുടുംബത്തിലെ പ്രമുഖരായ രാജാക്കന്മാർ മുഴുവൻ ഇന്ത്യ മഹാരാജ്യത്ത് ആവശ്യമായ മതപഠന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മതത്തിന് പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ച മഹത്തുക്കളുടെ പ്രവർത്തനങ്ങളൊന്നും പിൽക്കാലത്ത് ഇന്ത്യയിൽ വേണ്ടത്ര വിജയിച്ചില്ല. വേണ്ടത്ര വിജയിക്കാതിരിക്കാനുള്ള കാരണം ചരിത്രം പറയുന്നത് കേരളത്തിലുള്ളതുപോലെ ഉലമാക്കളും ഉമറാക്കളും ക്രോഡീകൃതമായ പ്രവർത്തനമുണ്ടായില്ല എന്നതാണ്. ഇന്ത്യ മഹാരാജ്യത്ത് അന്നുള്ള ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഏറ്റവും അടിത്തറയാകുന്ന മക്തബുകളും അതുപോലെ തന്നെ മദ്രസകളും അന്നത്തെ രാജാക്കന്മാർ ധാരാളമായി സ്ഥാപിച്ചു. മക്തബ് എന്ന് പറയുന്നത് പ്രാഥമിക മദ്രസ, മദ്രസ എന്ന് പറയുന്നത് കോളേജുകൾ. മക്തബിനേക്കാൾ ഉയർന്നതിനാണ് കോളേജ് എന്ന് ഇന്ത്യയിൽ പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ മദ്രസ ഹിജ്റ 500കളിൽ നാസറുദ്ദീൻ എന്ന് പറയുന്ന ഭരണാധികാരി മുൾട്ടാനിൽ സ്ഥാപിച്ചതാണെന്ന് പറയപ്പെടുന്നു. മുൾട്ടാൻ എന്ന പ്രദേശത്താണ് ആദ്യമായി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനം എന്ന രീതിയിൽ ഹിജ്റ 500 സ്ഥാപിച്ചത്. ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്ക് ഹിസ്റ്ററി പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ഷെയ്ഖ് ബഹാവുദ്ദീൻ സക്കരിയ മുൾട്ടാനി എന്ന് പറയുന്ന പണ്ഡിതൻ ഈ സ്ഥാപനത്തിൽ നിന്നാണ് ഹിജ്റ 578 ജനിച്ച അദ്ദേഹം വളർന്നു വന്നത്. അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തെ പ്രോജ്വലമായ പണ്ഡിത പ്രതിഭകൾക്ക് ജന്മം നൽകിയ ഉത്തരേന്ത്യയിലെ വലിയ വലിയ കോളേജുകൾ ഉണ്ടായിരുന്നു. ആ കോളേജുകളിൽ പണ്ഡിതന്മാർ ചേർന്ന് പഠിക്കുകയും അവർ ബിരുദം നേടുകയും അന്നത്തെ രാജാക്കന്മാർ അത്തരം കോളേജുകൾ സ്ഥാപിക്കാൻ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്തു. ചരിത്രം വായിക്കുന്നവർക്ക് ഇന്ത്യയുടെ ചരിത്ര പുസ്തകം വായിച്ചാൽ കാണാൻ കഴിയും. ഇന്ത്യ മഹാരാജ്യത്ത് ഫിറോസ് ഷാ എന്ന് പറയുന്ന ഭരണാധികാരി അധികാരത്തിലിരുന്ന കാലത്ത് അദ്ദേഹം മദ്രസകൾക്ക് ഒരു പ്രത്യേകമായ രീതിശാസ്ത്രം വെക്കുകയും ഒരു സിലബസ് ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്ക് ആവശ്യമായ ഭാഷകൾ പോലും അതിൽ പഠിപ്പിക്കുകയും ചെയ്തു. നമ്മളിപ്പോഴാണ് മറ്റു ഭാഷകൾ പഠിപ്പിക്കുന്നത്. അന്ന് സംസ്കൃത ഭാഷ പോലും അറബി കോളേജിൽ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ മുസ്ലിം കുട്ടികൾക്ക് എല്ലാത്തരം വിദ്യാഭ്യാസവും കൊടുക്കണമെന്ന് നിർബന്ധമുള്ള ഒരു തലമുറ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നത് ഇന്ത്യൻ ഭരണാധികാരി മുഹമ്മദ് ഗോറി അജ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് മദ്രസ ഉണ്ടാക്കിയതായി ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അജ്മീർ ഷരീഫ് കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി മദ്രസകൾ. കുത്തുബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിലാണ് ബംഗാളിലും ബീഹാറിലും ഇഷ്ടം പോലെ മദ്രസകൾ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു വരുന്ന അന്ന് അവിടെ മദ്രസകളും അതുപോലെ തന്നെ മക്തബുകളും വളരെ മനോഹരമായി നിർവഹിക്കപ്പെട്ട ചില സേവനങ്ങൾ ചെറുതല്ല. പക്ഷെ അതൊക്കെ പിന്നീട് ചരിത്രത്തിൽ ഒന്നുമല്ലാതെ ആയിപ്പോയി എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഗൾ ഭരണകാലത്ത് മദ്രസകളെ പരിഷ്കരിച്ച് പുതിയ സിലബസിന്റെ കീഴിൽ ഒന്നിച്ചു കൊണ്ടുവന്നത് ഹുമയൂൺ കബീറാണ്. ഹുമയൂൺ കബീറിന്റെ ഭരണകാലത്ത് ഒരുപാട് മദ്രസകൾക്ക് അദ്ദേഹം ഗ്രാന്റ് നൽകി. ബാബർ മതപഠനത്തിന് പ്രത്യേകമായ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി. മതപഠനത്തിന് നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പോലെ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി.
ഔറംഗസീബ് എല്ലാ മദ്രസകൾക്കും പുതിയ കെട്ടിടം അനുവദിച്ചു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഭരണാധികാരികളുടെ ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഫദ്ലുല്ലാ ഷിറാസി എന്ന് പറയുന്ന പേർഷ്യൻ പണ്ഡിതൻ ഫിലോസഫിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പുതിയൊരു സിലബസ് കൊണ്ടുവന്നു. അന്ന് പേർഷ്യൻ രീതിയിൽ ഫിലോസഫിക്കായിരുന്നു പ്രാധാന്യം. നോർത്ത് ഇന്ത്യയിലെ അവധ് എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യ മഹാരാജ്യത്തെ ഷിറാസ് എന്നറിയപ്പെട്ടു എന്ന് പറയുമ്പോൾ അത്ര വലിയ വൈജ്ഞാനിക പടുക്കൾക്ക് ജന്മം നൽകിയ പ്രസിദ്ധമായ പ്രദേശമായിരുന്നു നമ്മുടെ രാജ്യത്തെ പ്രഗത്ഭ പണ്ഡിതന്മാർക്ക് ജന്മം കൊടുത്ത ഉത്തരേന്ത്യ. അന്നൊക്കെ വളരെ പ്രധാനമായി ചരിത്രം വായിക്കുന്നവർക്ക് കാണാൻ കഴിയും. ഞാൻ ദീർഘമായി ചരിത്രം പറയുകയല്ല, ഏകദേശം ഈ മതവിദ്യാഭ്യാസത്തിന് ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ വേണമെന്നതുകൊണ്ടാണ്. പേർഷ്യൻ രീതിയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് മുഴുവൻ അറിയാം, പേർഷ്യൻ രീതിയിൽ മഅഖൂലാത്തിന് പ്രാധാന്യം, തർക്കശാസ്ത്രത്തിന് ഭാഷാശാസ്ത്രത്തിന് പ്രാധാന്യമാണ്. അതിന് വൻ പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ തർക്കശാസ്ത്രത്തിന് പ്രാധാന്യം നൽകുന്ന പണ്ഡിതന്മാർ അവർ ഒരുപാട് സംഭാവനകൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ലോകത്തിന് നൽകിയിട്ടുണ്ട്. ഇന്ത്യ ലോകത്തിന് അങ്ങോട്ട് സംഭാവന കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ പ്രൗഢ പ്രതീകങ്ങളായിരുന്ന പണ്ഡിതന്മാർ അവർ ചെയ്ത സേവന പ്രവർത്തനങ്ങൾ ലോകത്തിന് പോലും എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യയുടെ ചരിത്രം വായിച്ചു നോക്കൂ നിങ്ങൾ. മുഹിബുല്ലാ ബിഹാരി, മുല്ലാ നാസറുദ്ദീൻ, അതുപോലെ മുല്ലാ ഹസൻ, മുല്ലാ മുബീൻ, മുല്ലാ നിസാമുദ്ദീൻ, ഇവർക്ക് വലിയ സംഭാവനകളാണ് തർക്കശാസ്ത്രത്തിന് കൊടുത്തത്. ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ഇന്ത്യയിൽ അവർ വളർത്തിക്കൊണ്ടുവന്ന തർക്കശാസ്ത്ര പ്രവർത്തനം അന്ന് അതിശക്തമായ സ്വാധീനം ഈ തർക്കശാസ്ത്രത്തിനായിരുന്നു കാണാൻ കഴിയും. അതുപോലെ തന്നെ അവർ പാഠ്യവിഷയമാക്കിയത് അബ്ദുള്ള അൻ നസഫി, ബുർഹാനുദ്ദീൻ അലി അൽ മറാഇനി, അതുപോലുള്ള ചരിത്ര പുസ്തകം, അതുപോലുള്ള തർക്കശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. സൈദുദ്ദീൻ തഫ്താസാനി, സയ്യിദ് ഷരീഫുൽ ജുർജാനി പോലുള്ള മഹാരഥന്മാരുടെ ഗ്രന്ഥങ്ങൾ പേർഷ്യയിൽ നിന്ന് വന്നിട്ട് മധ്യേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആ മധ്യേഷ്യൻ ചരിത്രങ്ങൾ, അതുപോലെ തന്നെ മധ്യേഷ്യൻ തർക്കശാസ്ത്രങ്ങൾ, പേർഷ്യൻ മധ്യേഷ്യൻ സംഭവങ്ങൾ ലയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതി നമ്മുടെ രാജ്യത്ത് ശരിക്കും അവർ അവലംബിച്ചു. ആധുനിക പണ്ഡിതന്മാർ അതേക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ഗവേഷണം നടത്തിയിട്ടുണ്ട്. പിന്നീടാണ് ബുദ്ധിപരമായ അറിവിനേക്കാൾ വഹീ മുഖേന സമൂഹത്തിന് ലഭ്യമായ അറിവിനാണ് പ്രാധാന്യം, അതുകൊണ്ട് വഹീന്റെ അറിവിന് പ്രാമുഖ്യം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മഹ്കൂലാത്തിന് പകരം മങ്കൂലാത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടായത്. അത് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഹദീത്ത് പഠനമാണ് എന്ന് നോർത്ത് ഇന്ത്യയിലെ പണ്ഡിതന്മാർ തീരുമാനിച്ചു. അബ്ദുൽ ഹക്ക് ദഹ്ലവിയാണ് അതിന്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം അതിനുവേണ്ടി മക്തബുകളിൽ പ്രത്യേകമായി വളരെ നല്ല രീതിയിൽ ഹദീത്ത് പഠന കേന്ദ്രങ്ങൾ സൃഷ്ടിച്ചു. ഹദീത്തുകൾ ഗവേഷണം നടത്തിക്കൊണ്ട് പ്രമുഖരായ മുഹദ്ദിഥീങ്ങളുടെ കൃതികൾ പഠിക്കാൻ തുടങ്ങി. ഡൽഹിയിൽ ഷാ അബ്ദുൾ റഹീം എന്ന് പറയുന്ന മഹാൻ, ഷാ അബ്ദുൾ റഹീം എന്ന് പറഞ്ഞാൽ ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ പിതാവ്, ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ പിതാവ് വലിയൊരു മദ്രസത്തു റഹീമിയ എന്നുള്ള വലിയൊരു സ്ഥാപനം ഉണ്ടാക്കി. ആ സ്ഥാപനത്തിന്റെ പേരാണ് മദ്രസത്തു റഹീമിയ. അദ്ദേഹം ഹദീദിനാണ് പ്രാധാന്യം കൊടുത്തത്, മങ്കൂലാത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അദ്ദേഹത്തിന്റെ പിതാവ് ഷാ വലിയുല്ലാഹിയും അദ്ദേഹത്തിന്റെ പിതാവ് ഷാ വലിയുല്ലാഹിയും അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവും ഉപരിപഠനം നടത്തിയത് ഹിജാസിലെ പരിശുദ്ധ ഹറമിൽ പോയി പഠിച്ചവരാണ് അവർ. ഹറമിൽ പോയി പഠിച്ച് അവിടെയുള്ള വലിയ മുഹദ്ദിഥീങ്ങളെ കയ്യിൽ നിന്ന് ഇജാസത്ത് വാങ്ങി ഇന്ത്യ മഹാരാജ്യത്ത് വന്ന് ആ ഇജാസത്തോടു കൂടെ ഇൽമ പഠിപ്പിച്ച വലിയ പണ്ഡിതന്മാരാണ്. അദ്ദേഹത്തിന്റെ 4 മക്കളും അങ്ങനെ തന്നെയായിരുന്നു. ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ചരിത്രം പഠിച്ചാൽ കാണാൻ 4 മക്കള്. അതിൽ അബ്ദുൽ അസീസ് ദഹ്ലവി, റഫീഉദ്ദീൻ ദഹ്ലവി, ഷാ അബ്ദുൽ ഖാദിർ ദഹ്ലവി, ഇവരൊക്കെ നമ്മുടെ പരമ്പരാഗത ശൈലി അനുസരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തതാ. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു മകൻ ഷാ അഹമ്മദ് ഷഹീദ് എന്ന് പറയുന്ന മഹാൻ ആ പ്രസ്ഥാനത്തെ പിന്നെ അഹ്ലെ ഹദീസ് എന്ന പേരിൽ ബിദഈ പ്രസ്ഥാനത്തിന്റെ പിടിയിലേക്ക് തിരിച്ചുവിട്ടു എന്ന് ചരിത്രത്തിൽ പറയുന്നു. അത് വ്യാഖ്യാനങ്ങളുടെ വൈകല്യം കൊണ്ട് സംഭവിച്ചതാണ്. എന്നാൽ കേരളത്തിലെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി സൂഫി പാരമ്പര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യമായി വിദേശത്ത് പോയി പഠിച്ച മഖ്ദൂം ഒന്നാമൻ, അദ്ദേഹം വന്നുകൊണ്ട് പള്ളിദർസ് സ്ഥാപിച്ച് ആ പള്ളിദർസ് സമൂഹത്തിന് നല്ല വിജ്ഞാനത്തിന്റെ കേന്ദ്രമാക്കി വെച്ചു. ഇതേ ചിന്ത ഉത്തരേന്ത്യയിലുണ്ടായിരുന്നു. ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി അതിൽപ്പെട്ട ആളായിരുന്നു. 18ാം നൂറ്റാണ്ടിൽ വളരെ കൃത്യമായി ചിസ്തി, ഖാദിരി, നക്ഷബന്ദി, ത്വരീഖത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആത്മീയതയിലൂടെ സമൂഹത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ച പണ്ഡിതന്മാരാണ് അവർ. ഈ മതപഠനത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ മറ്റൊരു കുടുംബമാണ് നമ്മൾ കാണുന്ന ഫറങ്കി മഹൽ എന്ന് പറയുന്ന കുടുംബം. നിങ്ങളൊക്കെ ഫറങ്കി മഹൽ കുടുംബത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇന്ത്യ മഹാരാജ്യത്തിന്റെ വൈജ്ഞാനിക നവോത്ഥാന ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ഫറങ്കി മഹൽ കുടുംബത്തിന്റെ ചിത്രം പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷെ പലർക്കും അറിയില്ല ഫറങ്കി മഹൽ എന്താണെന്നുള്ളത്. ശരിക്കും അവർ അഫ്ഗാൻ എന്ന് വരുന്ന കുടുംബമാണ്. അഫ്ഗാനിൽ നിന്ന് ഹറാത്ത് എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഹറാത്ത് എന്നും കാണാൻ കഴിയും. അവിടെ നിന്നും അവർ ഇന്ത്യയിലെത്തി. ഖാജ അബ്ദുള്ള അൻസാരിയാണ് ഈ കുടുംബത്തിന്റെ തലവൻ. ഇന്ത്യയിൽ ആദ്യം വന്നാണ് ഖാജ അബ്ദുള്ള അൻസാരിയ. ഈ ഖാജ അബ്ദുള്ള അൻസാരിയെ കുറിച്ച് പഠിച്ചാൽ കാണാൻ കഴിയും അബൂയൂബുൽ അൻസാരി തങ്ങളുടെ കുടുംബത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ പേരെത്തുന്നത്. അബൂയൂബുൽ അൻസാരി തങ്ങളുടെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ മദീനയിൽ സ്വീകരിച്ച് നബിത്തങ്ങൾക്ക് വേണ്ട വീടും സൗകര്യമൊക്കെ ചെയ്തു കൊടുത്ത അബൂ അയ്യൂബ് അൻസാരിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഖാജ അബ്ദുള്ള അൻസാരി. ഈ കുടുംബാംഗമായിരുന്ന മുല്ല ഹാഫിദ് എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മുല്ല ഹാഫിദ്. അദ്ദേഹം 1559 അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് വലിയ ഔദ്യോഗിക പദവി വഹിച്ച ആളാണ്. അക്ബർ ചക്രവർത്തി പിന്നീട് വഴിമാറുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പണ്ഡിതന്മാർക്ക് യോജിക്കാൻ പറ്റാത്തതാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പണ്ഡിതനെ പോലുള്ള ആളുകൾ അദ്ദേഹം ആദരിക്കുകയും അദ്ദേഹത്തിന് പ്രത്യേകമായി മദാദെ മആഷ് എന്ന് പറയുന്ന പ്രത്യേകമായ സഹായം പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഖാൻ ബഹദൂർ പട്ടം ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്ന പോലെ അങ്ങനെ പദവി നൽകിക്കൊണ്ട് ആദരിച്ചിരുന്നു എന്ന് ചരിത്രം കാണുന്നു. 17-ാം നൂറ്റാണ്ട് അന്ത്യത്തിൽ ഈ കുടുംബത്തിലുള്ള മുല്ല ഖുത്ബുദ്ദീൻ, ഫറങ്കി മഹൽ കുടുംബത്തിലെ പ്രോജ്വല പണ്ഡിതനായി അറിയപ്പെടുന്ന മുല്ല ഖുത്ബുദ്ദീൻ, ഈ മുല്ല ഖുത്ബുദ്ദീൻ എന്ന് പറയുന്ന ആള് 965 സിയാൽ എന്ന് പറയുന്ന സ്ഥലത്ത് സിഹാൽ ആ പ്രദേശത്ത് വെച്ച് അദ്ദേഹം ഒരു സ്വത്ത് തർക്കമാണെന്ന് പറയപ്പെടുന്നു, അതല്ല ആദർശ പ്രശ്നമാണെന്ന് പറയപ്പെടുന്നു, അതല്ല അദ്ദേഹം ഒരു ഫത്വ കൊടുത്ത ചില ആളുകൾക്ക് യോജിക്കാത്തത് കൊണ്ടാണെന്ന് പറയുന്നു. അദ്ദേഹത്തെ വധിച്ചു. മുല്ല ഖുത്ബുദ്ദീനെ വധിച്ചു. അദ്ദേഹം വധത്തിനിരയായപ്പോൾ അദ്ദേഹത്തിന്റെ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന പോലത്തെ വലിയ ലൈബ്രറി എന്നുണ്ടായിരുന്നു. ആ ലൈബ്രറി അഗ്നിക്കിരയാക്കി. ആ ലൈബ്രറിയിൽ 1000-ഓളം ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. ആ ഗ്രന്ഥങ്ങൾ അഗ്നിക്കിരയാക്കുകയും അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്ത പ്രത്യേക സാഹചര്യത്തിൽ അന്നത്തെ മുഗൾ രാജാവ് ഔറംഗസീബ് മുല്ല ഖുത്ബുദ്ദീന്റെ 4 മക്കൾക്ക് ഇതിന് നഷ്ടപരിഹാരമായി വലിയൊരു തുക ഖജനാവിൽ നിന്ന് കൊടുക്കുകയും അവിടെ ഒരു യൂറോപ്യൻ താമസിച്ചിരുന്ന വലിയൊരു വീടുണ്ടായിരുന്നു ലക്നോയിൽ. ഒരു യൂറോപ്യൻ പറങ്കി താമസിച്ചിരുന്ന വലിയൊരു വീടുണ്ടായിരുന്നു. ആ വീട് വിട്ടുകൊടുക്കുകയും ചെയ്തു. ആ വീട്ടിലാണ് പിന്നെ കുടുംബം താമസിച്ചത്. ആ വീട് അവർ വലിയൊരു വിദ്യാലയമാക്കി മാറ്റി. അതാണ് പറങ്കി താമസിച്ചിരുന്ന ആ വീട് അവർ ഉപയോഗിച്ചത് കൊണ്ട് ഫറങ്കി മഹൽ എന്ന പേര് വന്നു. അന്ന് മുതൽ അവർ ഫറങ്കി മഹൽ കുടുംബം എന്നറിയപ്പെടുന്നു. ഈ മുല്ല ഖുത്ബുദ്ദീന്റെ മക്കൾ ഫറങ്കി മഹലിനെ വൻ വിജ്ഞാന കേന്ദ്രമാക്കി. മാത്രമല്ല അവിടെ ആത്മീയമായ ഉറൂസുകൾ ഉണ്ടായിരുന്നു. അവർ മൗലിദ് അതുപോലെ തന്നെ റാത്തീബ് മുതലായ എല്ലാ കാര്യങ്ങളും ആ കുടുംബം കേന്ദ്രീകരിച്ചുകൊണ്ട് ഫറങ്കി മഹൽ നടത്തിയിരുന്നു എന്ന് ചരിത്രമുണ്ട്. കേരളത്തിലെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ അതേ രീതിശാസ്ത്രം അവലംബിച്ചുകൊണ്ട് തന്നെ അവർ നടത്തിയിരുന്നു. മുല്ല ഖുത്ബുദ്ദീന്റെ മകൻ മുല്ല നിസാമുദ്ദീൻ നമുക്കറിയാലോ. മുല്ല ഖുത്ബുദ്ദീന്റെ മകൻ മുല്ല നിസാമുദ്ദീൻ രൂപകൽപ്പന നൽകിയ സിലബസ് ആണ് നിലാമിയ സിലബസ്. ആ നിലാമിയ സിലബസ് ആണ് നമ്മുടെ നാട്ടിലൊക്കെ പഴയ പള്ളി ദർസുകൾക്ക് ഏറ്റവും കൂടുതൽ ഉപകരിച്ചത്. ആ നിലാമിയ സിലബസ് അനുസരിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ കേരളത്തിൽ വളർന്നു വന്നു. 1813 വാറൻ ഹേസ്റ്റിംഗ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ നേതൃത്വം നൽകിക്കൊണ്ട് കൽക്കത്തയിലെ കോളേജിൽ അദ്ദേഹം നേരിട്ട് ഈ സിലബസ് അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. ആ സിലബസിൽ ഭൗതികത കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടും ഒരുമിച്ച് കുട്ടികൾക്ക് പഠിപ്പിച്ച് പാസ്സാക്കുന്നവർക്ക് സർക്കാർ ജോലിയും കൊടുത്തിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ പേർഷ്യൻ ഭാഷ നിരോധിച്ചത്. ചരിത്രം വായിക്കുന്നവർക്കറിയാം. 1835 ബ്രിട്ടീഷുകാർ പേർഷ്യൻ ഭാഷ നിരോധിച്ചു. പേർഷ്യൻ ഭാഷ നിരോധിച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അവർ ഇംഗ്ലീഷ് അടിച്ചേൽപ്പിച്ചു. ഈ ഒറ്റ കാരണം കൊണ്ടാണ് 835 പേർഷ്യൻ ഭാഷ നിരോധിച്ചതിന്റെ ശേഷം നമ്മുടെ പണ്ഡിതന്മാർക്കിടയിലുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ തരംഗം ആഞ്ഞടിക്കുകയും അതോടൊപ്പം തുർക്കി ഖിലാഫത്തിനെതിരെ ബ്രിട്ടൻ അണിനിരക്കുകയും ചെയ്തതോടുകൂടി 857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടു. 857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിശക്തമായി ഈ ലോകമഹായുദ്ധം വരുന്നതിന്റെ മുമ്പ് തന്നെ ബ്രിട്ടന്റെ സമീപനം മനസ്സിലാക്കി മതപരമായി അവരെ നമ്മളെ എതിർക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ തരംഗം മുന്നോട്ട് വന്നു. ഈ സന്ദർഭത്തിൽ ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ റഹീമിയ സിലബസ് അനുസരിച്ചുള്ള പാഠം വേറെ നടക്കുന്നുണ്ട്. ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹീമിയ സിലബസ് എന്ന് പറയുന്നത് നിലാമിയ സിലബസ് എന്ന് വ്യത്യസ്തമായ സിലബസാണ്. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് ശക്തമായി എതിരായിരുന്നു. ഇവർ അതിശക്തമായി ബ്രിട്ടനെ എതിർത്തു. അതിശക്തമായി രണ്ടു കൂട്ടരും കൂടി ബ്രിട്ടനെ എതിർത്തപ്പോ വളരെ ഗൗരവത്തോടുകൂടി ഇന്ത്യ മഹാരാജ്യത്ത് വളരെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഈ സമരത്തിന് കഴിഞ്ഞു. 857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടെങ്കിലും ബ്രിട്ടീഷുകാർക്ക് അത് വലിയ പാഠമായി. അതിനുശേഷം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ രീതിയിലുള്ള പാഠശാലകൾ വ്യാപിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മതബോധനം നൽകുവാൻ മഹാന്മാരായ പണ്ഡിതന്മാർ ശക്തമായി രംഗത്ത് വന്നു. കോളേജ് സംവിധാനം വരും മുമ്പ് പള്ളി ദർസിന്റെ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. ഉത്തരേന്ത്യയിൽ കോളേജ് വരും മുമ്പ് നമ്മുടെ നാട്ടിൽ സംവിധാനമുണ്ട്. പള്ളി ദർസാണ് പിന്നെ കോളേജുകളായത് പലതും. ഇന്ന് ഈ നമ്മൾ നിൽക്കുന്ന ക്യാമ്പസ് പോലെയുള്ള അതിശക്തമായ കോളേജുകളായി പിന്നീട് പലതും മാറിയത് പള്ളി ദർസിൽ നിന്നാണ്. ലോകത്തെ തന്നെ ഏതാണ്ട് ആദ്യത്തെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പഠിച്ചു നോക്കൂ നിങ്ങൾ. അത് ഇന്ത്യ മഹാരാജ്യത്ത് അതുപോലെ തന്നെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എവിടെയാണെങ്കിലും ശരി ഉയർന്നു വന്നത് പള്ളി ദർസിലൂടെയാണെന്ന് കാണാൻ കഴിയും. തുണീഷ്യയിലാണ് ആദ്യത്തെ മുസ്ലിം യൂണിവേഴ്സിറ്റി ഉയർന്നു വന്നത് എന്ന് പറയുന്നത്. മൊറോക്കോയിലെ പള്ളിയാണ് ഖൈറുവാൻ യൂണിവേഴ്സിറ്റി ആയതെന്ന് പറയപ്പെടുന്നു. അത് ഒരു തുണീഷ്യൻ പണ്ഡിതയായ ഫാത്തിമ അൽ ഫിഹ്രി എന്ന് പറയുന്ന പെണ്ണ് AD 859 സ്ഥാപിച്ച തുണീഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട പള്ളി. ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദർസ്
ആ ദർസാണ് പിന്നീട് ഖൈറുവാൻ യൂണിവേഴ്സിറ്റി ആയത്. AD 972 ഈജിപ്തിലെ ഫാത്തിമി വംശജരുടെ ഭരണാധികാരിയുടെ ഒരു കാര്യസ്ഥനെ പോലെ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പടനായകനുണ്ടായിരുന്നു ജൗഹറുൽ ഖാത്തിബ്. അദ്ദേഹമാണ് ജാമിഉൽ അസ്ഹർ എന്ന് പറയുന്ന പള്ളി ഉണ്ടാക്കിയത്. ആ പള്ളിയിലെ പള്ളി ദർസാണ് പിന്നീട് ഇന്ന് ലോക പ്രശസ്ത സർവകലാശാലയായ നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അതിന്റെ മുന്നേയും അതുപോലെ തന്നെ അസ്ഹരി തങ്ങളും ശിഹാബ് തങ്ങളും ഒക്കെ പഠിച്ച പ്രഗൽഭമായ സ്ഥാപനം ജാമിഉൽ അസ്ഹർ. ഇന്നും അവിടെ ചെന്നാൽ ആ സ്ഥാപനം പള്ളി അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ആ പള്ളിയിലെ പള്ളി ദർസാണ് പിന്നെ വലിയ കോളേജായി മാറിയത്. ഇന്ന് അവിടുന്ന് മാറി കോളേജിന് വലിയ ക്യാമ്പസും സംവിധാനവും ഒക്കെ ഉണ്ടെങ്കിലും ആ പഴയ പള്ളി ഇന്നും അങ്ങനെ തന്നെ കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ മഹാരാജ്യം നൽകിയ സംഭാവന വിജ്ഞാന രംഗത്ത് ചെറുതല്ല. പക്ഷെ നമ്മളതിട്ട് കളഞ്ഞുപോയി. എന്തിനധികം സൗദി അറേബ്യയിൽ പോലും ഒരു വിജ്ഞാന കേന്ദ്രം നമ്മുടെ രാജ്യത്ത് നിന്ന് പണ്ഡിതന്മാർ ചെന്ന് സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും കൂടുതൽ ഊടും പാവും പകർന്നിരുന്ന ആ കാലഘട്ടത്തിലെ പ്രോച്ചല പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു റഹ്മത്തുള്ള കെയ്റാൻവി. റഹ്മത്തുള്ള കെയ്റാൻവി എന്ന് പറയുന്ന ആള് ശരിക്കും സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടെ നിന്നാളാ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അതിശക്തമായി സായുധ സമരം തന്നെ നടത്തണമെന്ന് പറഞ്ഞാള്, ബ്രിട്ടീഷുകാരെ പുറത്താക്കണമെന്ന് പറഞ്ഞാള്. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടപ്പോൾ ഇവർ അറസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോൾ അവർ കടൽ കടന്നു പോയി സൗദി അറേബ്യയിലെത്തി. അദ്ദേഹം സൗദി അറേബ്യയിലെത്തി ഷെയ്ഖ് സൈനി ദഹ്ലാൻ തങ്ങളുടെ രണ്ടാമതൊരിസായി ജോലിയേറ്റു. ഷെയ്ഖ് സൈനി ദഹ്ലാൻ തങ്ങളുടെ രണ്ടാമതൊരിസ്, അന്നുകൊണ്ട് രണ്ടാമതൊരിസ് അവൻ പഠിക്കണം, രണ്ടാമതൊരിസായി ജോലിയേറ്റു. അങ്ങനെ AD 1872 അദ്ദേഹം അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ നാടായ കൽക്കത്തയിൽ നിന്നും ഒരു സമ്പന്നയായ പെണ്ണ് അവിടെ ഹജ്ജിന് വന്നു. ആ പെണ്ണ് ഹജ്ജിന് വന്ന് സൗലത്തുൻ നിസ എന്നാണ് അവളുടെ പേര്. അവൾ അവിടെ ഹജ്ജിന് വന്നിട്ട് അവൾ ഹജ്ജ് കഴിഞ്ഞിട്ട് അവളുടെ കയ്യിൽ കുറെ പണം ഉണ്ടായിരുന്നു. വലിയ സമ്പന്ന കുടുംബത്തിലെ പെണ്ണ. അവൾ പറഞ്ഞു, ഹാജിമാർക്ക് വിശ്രമിക്കാൻ ഒരു നല്ല കേന്ദ്രം ഞാൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു, നമ്മുടെ കെയ്റുബാത്തൊക്കെ ഉണ്ടാക്കിയതുപോലെ. അപ്പോൾ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കെയ്റാൻവി ഇന്ത്യക്കാരൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹവുമായി ഇത് ആശയവിനിമയം നടത്തി. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഹാജിമാർക്ക് വിശ്രമിക്കാൻ കേന്ദ്രമല്ല വേണ്ടത്, നല്ല ഒരു ദീനിയായ പഠന കേന്ദ്രമാണ് വേണ്ടത്. ആ പഠന കേന്ദ്രം സ്ഥാപിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നാൽ ഉപകാരമാകും. അങ്ങനെ അവൾ നൽകിയ പണം കൊണ്ടാണ് മദ്രസത്തു സൗലത്തിയ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നിർമ്മിച്ചത് എന്ന് ചരിത്ര പുസ്തകത്തിൽ കൃത്യമായി വായിക്കാൻ പറ്റും. അവിടെ അദ്ദേഹം ശരിക്കും ഇന്ത്യയിലെ നിസാമിയ സിലബസും ജാമിഉൽ അസ്ഹറിന്റെ സിലബസും രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് മനോഹരമായ ഒരു ഇൻഡോ അറബ് സിലബസ് ഉണ്ടാക്കി. ആ ഇൻഡോ അറബ് സിലബസ് അനുസരിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ വാർത്തെടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, ഈ കാലഘട്ടങ്ങളിലെ ശ്രമങ്ങളൊക്കെ ഉത്തരേന്ത്യയിൽ നടന്നുവെങ്കിലും അത് അസ്തമിച്ചു പോയി. ഇന്ന് ഉത്തരേന്ത്യക്ക് അത്തരം പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് കേരളത്തിലോ, കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്ര ചിത്രം നോക്ക് നിങ്ങൾ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മഖ്ദൂമിന്റെ പള്ളി ദർസിലെ വിളക്കത്തുനിന്ന് കത്തിച്ചെടുത്ത വിജ്ഞാനശിഖ ഇന്ന് നമ്മുടെ സമുദായം മുഴുവൻ ഏറ്റുപിടിച്ചുകൊണ്ട് പള്ളികളും പള്ളി ദർസുകളുമായി നാട് നീളെ വിജ്ഞാനത്തിന്റെ ഒരു കേന്ദ്രമുണ്ടാക്കി. ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ദീൻ എന്തെന്നറിയുന്ന വലിയൊരു തലമുറയെ വാർത്തുവിടാൻ നമുക്ക് കഴിഞ്ഞു. അതല്ലേ കേരളത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ന് പ്രയാസത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ കേരളീയ മുസ്ലിം ഉമ്മത്ത് മറ്റുള്ളവർക്ക് ദിശാബോധം കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ചിത്രം എന്തുകൊണ്ടാ? അവിടെ നമ്മൾ പഠിക്കേണ്ടത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഉലമാ നമുക്ക് തന്ന ഈ ദീനിയായ ബോധമാണ്. ആ ബോധം നഷ്ടപ്പെട്ടാൽ പിന്നെ ദീൻ ഇവിടെ ഉണ്ടാവില്ല. അതാണ് യമാനിയ പോലൊരു വലിയ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി. നിങ്ങൾ ഇത്തരം സ്ഥാപനത്തെ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നത് കേവലം ഒരു സ്ഥാപനം വളർത്തിയെന്ന ക്രെഡിറ്റ് അല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെയാണ് നമ്മൾ സഹായിക്കുന്നത്. ദീനിനെയാണ് നമ്മൾ ശരിക്കും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനെയും അതുപോലെ തന്നെ തിരുസുന്നത്തിനെയും ഖുർആൻ പഠിച്ചുകൊണ്ടും ശരീഅത്ത് കോളേജിൽ പഠിച്ചുകൊണ്ടും സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആളുകൾ വേണ്ടേ? ഇല്ലെങ്കിൽ ഇസ്ലാമിക പ്രബോധനം എങ്ങനെ നിർവഹിക്കപ്പെടും? ചുറ്റുപാടും ശത്രുക്കൾ നമ്മളെ ആക്രമിക്കാൻ നിൽക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? ലോകത്ത് എവിടെ നോക്കിയാലും ശരി ഇസ്ലാമിന് ആക്രമണ ഉത്സുകത ഇസ്ലാമിന്റെ നേരെ. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇസ്ലാമിനെ ശാരീരികമായി നശിപ്പിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹത്തെ നിയമം കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾക്കെതിരെ നിയമം കൊണ്ടുവന്നുകൊണ്ട് ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊണ്ടോ? അറാക്കാനിലെ മുസ്ലിമീങ്ങളെ നോക്ക് നിങ്ങൾ. അറാക്കാൻ എന്ന് പറയുന്നതാണ് മ്യാൻമാർ. ആ മ്യാൻമാറിലെ മുസ്ലിങ്ങളാണ് ശരിക്ക് അറാക്കാൻ പ്രദേശത്തെ മുസ്ലിങ്ങൾ, റോഹിംഗ്യൻ മുസ്ലിങ്ങൾ. ആ പ്രദേശത്തിന് റോഹാങ് എന്നൊരു പേര് നേരത്തെ ഉണ്ടായിരുന്നു. ആ റോഹാങ് എന്ന പേരാണ് പിന്നെ റോഹിംഗ്യൻ മുസ്ലിങ്ങളായത്. ആ പ്രദേശം 350 കൊല്ലക്കാലം മുസ്ലിം ഉമ്മത്ത് ഭരിച്ച പ്രദേശമാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഭരണചക്രം കറക്കിയ പ്രദേശത്ത് ഇന്ന് മുസ്ലിങ്ങളെ അടിച്ചമർത്തി കൊല്ലാൻ നിൽക്കുന്ന ബുദ്ധമതക്കാർ. എന്താ അതിന്റെ കാരണം? അവർക്ക് ഇസ്ലാം എന്തെന്ന് അറിഞ്ഞുകൂടാ. അവർക്ക് ഇസ്ലാമിനെ ശരിക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ യോഗ്യരായ ആളുകൾ വേണ്ടേ? ദീൻ എന്ന് പറഞ്ഞാൽ അപകടകരമായ സംസ്കാരമാണെന്ന് പലരും തെറ്റിദ്ധരിപ്പിച്ചു, പലരും തെറ്റിദ്ധരിച്ചു.
ലോകത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംശയിക്കുന്നവരാണെന്ന് ബഹുഭൂരിപക്ഷം. ആ ഒരവസ്ഥ ഇന്ത്യയിലും ഉണ്ടാക്കുന്നില്ലേ? ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾ നോക്ക്, ഇസ്ലാമിക സമൂഹത്തിന്റെ വിവാഹമോചനം നാടുനീള ചർച്ചയല്ലേ? എല്ലാ സ്ഥലത്തും അതിട്ട് ഈ സമൂഹത്തെ മോശമായി ചിത്രീകരിക്കല്ലേ ചെയ്യുന്നത്? ഇസ്ലാമിക കുടുംബജീവിതം തെരുവിലെ ചർച്ചയാണ്. ആ തെരുവിലെ ചർച്ചയിൽ നിന്നും ഇസ്ലാമിന്റെ കുടുംബജീവിതം ഇന്നതാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നല്ല ശരീഅത്ത് അക്കാദമിയിൽ പഠിച്ച കുട്ടികൾ വളർന്നു വന്നുകൊണ്ട് പ്രബോധനത്തിന് ചുക്കാൻ പിടിച്ചില്ലെങ്കിൽ നാളെ ദീൻ പറയാൻ ആളുണ്ടാവുമോ? ഇവിടെ ദീൻ പറയാൻ ആളില്ലാത്തൊരു ഘട്ടം വന്നാൽ പിന്നെ ആളുകൾ സംശയിക്കില്ലേ? ഇസ്ലാമിലെ വിവാഹം പോലെ പവിത്രമായ വൈവാഹിക സംവിധാനം ലോകത്തെവിടെയാ ഉള്ളത്? ഒരു വിവാഹം എന്ന് പറയുമ്പോൾ ദൂരെ കേട്ടു നിൽക്കുന്ന സ്ത്രീകൾക്കറിയാമല്ലോ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ആ ബന്ധം സുദൃഢമായി എന്നെന്നും നിലനിൽക്കത്തക്ക വിധത്തിലുള്ള ആമുഖങ്ങൾ ഇട്ടുകൊണ്ടാണ് പഠിപ്പിച്ചത്. ഒരു പുരുഷനും ഒരു സ്ത്രീയും വിവാഹം കഴിക്കാൻ പോകുന്നുവെങ്കിൽ തുടക്കത്തിൽ തന്നെ ചെയ്യേണ്ടത് എന്താ? കഫാഅത്ത് നോക്കണം. ആ പെണ്ണിനെ ഞാൻ വിവാഹം കഴിച്ചാൽ നിലനിർത്താൻ കഴിയുമോ? അവളെ വീട്ടിൽ കൊടുക്കുന്ന സൗകര്യം എന്റെ വീട്ടിൽ കൊടുക്കാൻ കഴിയുമോ? അത് ശരിക്കും പരിശോധിച്ച് കുടുംബപരമായി കഫാഅത്ത് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ തൊട്ടടുത്ത സ്റ്റെപ്പ് പോയി കാണണം. റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ പ്രവാചകരോട് പറഞ്ഞില്ലേ, ഞാനൊരു പെണ്ണിനെ ആലോചിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നു. നബി തങ്ങൾ ആദ്യം ചോദിച്ചത് അനളർത ഇലൈഹ, നീ ആ പെണ്ണിനെ കണ്ടുവോ എന്നാണ് പരിശുദ്ധ തിരുദൂതരുടെ ചോദ്യം. നബി തങ്ങളോട് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇല്ല. അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ഉൻദുർ ഇലൈഹ, നീ അവളെ പോയി കാണണം. അതെന്തിനാണെന്ന് പരിശുദ്ധ തിരുമേനി പഠിപ്പിച്ചു കൊടുത്തു. വദാലിക അഹ്റാ അയ്യൂദമ ബൈനകുമാ, നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം നല്ല നിലക്ക് നിലനിൽക്കാൻ അത് ഉപകരിക്കുമോനെ. അപ്പൊ ബന്ധം എന്നെന്നും നിലനിൽക്കണമെന്നാണ് ദീനിന്റെ കാഴ്ചപ്പാട്. എന്നും ഈ ബന്ധം നിലനിൽക്കണമെന്ന കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെ ഒന്നുകൂടി പറഞ്ഞു, മനിസ്തത്വഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റാൻ കെൽപ്പുള്ളവൻ മാത്രം വിവാഹം കഴിച്ചാൽ മതി. ആ കെൽപ്പുണ്ടോ എന്ന് പരിശോധിക്കാനും പരിശുദ്ധ ദീൻ പഠിപ്പിച്ചു. അപ്പൊ നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി അതിന്റെ അർത്ഥം എന്താ? ഒരു പുരുഷൻ ഒരു പെണ്ണിനെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് അങ്ങ് തൊലാക്ക് ചെല്ലാൻ പറ്റില്ല. ഇസ്ലാമിൽ അങ്ങനെ വിവാഹമോചനം ക്ഷിപ്രസാധ്യവും അല്ല. ആ പ്രവർത്തനത്തെ ഇസ്ലാം 100% നിരുത്സാഹപ്പെടുത്തി. അതിന്റെ ഒന്നാമത്തെ തെളിവാണ് ഈ ആലോചനകളും കാര്യങ്ങളും ക്രമങ്ങളും ഒക്കെ പൂർത്തീകരിച്ച ശേഷം ഒരു നിക്കാഹിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് അവനെ പഠിപ്പിച്ചു, നീ ഖബിൽതു മിൻക നിക്കാഹ എന്ന് വലിയന്റെ കയ്യിൽ നിന്ന് കരാറ് വാങ്ങിയാൽ വഖദ് അഖദ്ന മിൻകും മീസാഖൻ ഖലീള, വളരെ ഗൗരവമുള്ളൊരു പ്രതിജ്ഞയാണ് നീ അവൾക്ക് കൊടുത്തത്. ആ പെണ്ണിന് നീ കൊടുത്തത് വൻ പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ ഒരിക്കലും നിനക്ക് ലംഘിക്കാൻ പറ്റില്ല. അഹഖു ശുറൂതി അൻ യൂഫിയ ബിഹി മസ്തഖ്ലൽതും ബിഹിൽ ഫുറൂജ്, ലൈംഗിക ബന്ധം അനുവദിക്കുന്ന കരാറാണ് ഭൂമുഖത്ത് വെച്ച് ഒരു മനുഷ്യൻ പാലിക്കേണ്ട കരാറിൽ വെച്ച് ഏറ്റവും വലിയ കരാർ. ആ കരാർ നീ പാലിച്ചേ പറ്റൂ. ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു പുരുഷനൊരു പെണ്ണിന് വിവാഹമോചനം നടത്തേണ്ട ഘട്ടം വന്നു എന്നിരിക്കട്ടെ. അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ തന്നെ പരിശുദ്ധ ദീൻ പറയുന്ന 4-5 ഘടകമുണ്ട്. 4 സ്റ്റെപ്പ് കഴിഞ്ഞ് 5ാം സ്റ്റെപ്പ് വിവാഹമോചനത്തിലേക്ക് പോകാൻ പറ്റും. നമുക്കൊക്കെ അറിയാലോ. ആർക്കാണ് അത് അറിയാത്തത്? അതറിയാതെ ചെയ്യുന്ന ആളുകളാണ് അപകടമുണ്ടാക്കുന്നത്. ഈ വേദിയിലേക്ക് കയറാൻ ഒരു കോണി വെച്ചിട്ടുണ്ടാവും, അതിന്റെ സ്റ്റെപ്പിലൂടെ കയറണം, അതാണ് മാന്യത. അല്ലാതെ ചാടിക്കയറിയാലും എത്തും. പക്ഷെ അത് മൃഗത്തിന്റെ പണിയാ, മനുഷ്യന്റെ പണിയല്ല. ഒരു ആടോ അല്ലെങ്കിൽ പട്ടിയോ അതിലേക്ക് ചാടിക്കോ, ആ കോണിയിൽ കയറൂല. മനുഷ്യൻ ചെയ്യേണ്ടത് അവന്റെ ക്രമീകൃത പ്രവർത്തനമാണ്. അതാണ് അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞത്. നീ ഒരു പെണ്ണിനെ വിവാഹമോചനം നടത്തേണ്ട ഘട്ടം ഗൗരവതരമായി വന്നാൽ ഉപദേശിക്കണം, ഫലിക്കുന്നില്ലെങ്കിൽ കിടപ്പറ വെടിയണം, അതും ഫലിക്കുന്നില്ലെങ്കിൽ ചെറുതായി ശിക്ഷിക്കണം, അതും ഫലിക്കുന്നില്ലെങ്കിൽ കുടുംബ ചർച്ച നടത്തണം, അതും ഫലിക്കാത്തപ്പോൾ ഒരു തൊലാക്ക് ചെല്ലണം. 5 ഘട്ടം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിപ്പിച്ച മതം ഇസ്ലാം മാത്രമേ ഉള്ളൂ. എന്നിട്ട് നീ യുദ്ധകാലത്ത് പ്രതീക്ഷിക്കണം, നിനക്ക് മനംമാറ്റം വന്നാൽ യുദ്ധ കാലഘട്ടത്തിൽ തിരിച്ചെടുക്കാൻ പറ്റും. ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ ഒരു പെണ്ണിനെ തൊലാക്ക് ചെല്ലുമ്പോൾ ദീൻ പറഞ്ഞൊരു വാക്കേണ്ടതാ ഗൗരവം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരു പെണ്ണിനെ ഒരുത്തൻ തൊലാക്ക് ചെല്ലാൻ പോവാൻ, വഇൻ അസമു ത്വലാഖ ഫഇന്നല്ലാഹ സമീഉൻ അലീം. വഇൻ അസമു ത്വലാഖ, നിങ്ങൾ തൊലാക്ക് ചെല്ലാൻ ഉദ്ദേശിച്ചുറച്ചാൽ, ഫഇന്നല്ലാഹ സമീഉൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ്. അള്ളാഹു സമീ ആണെന്നും അലീമാണെന്നും മദ്രസയിൽ പഠിച്ച കാലത്ത് കൊച്ചുകുട്ടി പഠിച്ചിട്ടുണ്ട്. പെണ്ണ് കിട്ടും മുമ്പ്. പിന്നെന്തിനാ തൊലാക്ക് ചെല്ലുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത്? നീ ആ പെണ്ണിനെ പീഡിപ്പിക്കുകയാണോ? ആ പെണ്ണിന്റെ കയ്യിൽ മതിയായ കാരണമില്ലാതെ നീ അവൾക്ക് തൊലാക്ക് കൊടുത്ത് പിരിച്ച് കണ്ണീരൊലിപ്പിച്ച് വിടുകയാണെങ്കിൽ ഫഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു നിന്നെ ശരിക്ക് പരലോകത്തെ കോടതിയിൽ വെച്ച് പിടികൂടുമെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് തൊലാക്ക് അബ്ഗദുൽ ഹലാലാണെന്ന് പറഞ്ഞത്.
അള്ളാഹ്ക്ക് അനുവദിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളിൽ ഏറ്റവും വെറുപ്പുള്ളത്. ത്വലാഖ് ചെല്ലുമ്പോൾ പടച്ചറപ്പിന്റെ സിംഹാസനം കിടുകിട അവറക്കും. ബന്ധം നിലനിർത്താൻ തന്നെ നോക്കണം. വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലക്ക് നിങ്ങൾ അവരോട് പെരുമാറണേ. സ്വഹാബത്തിന്റെ ചോദ്യത്തിന് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്താണ് അവർക്കുള്ള ഹക്കെന്ന്. അലാ വഹഖുഹുന്ന അലൈക്കും അൻ തുഗ്സിനൂ ഇലൈഹിന്ന ഫീ കിസ്വതിഹിന്ന വഫീ തുആമിഹിന്ന. ഒരു പെണ്ണിന് നല്ല ഭക്ഷണം കൊടുക്കലും നല്ല വസ്ത്രം കൊടുക്കലും നിന്റെ കടമയിൽപ്പെട്ടതാണ്. അങ്ങനെ ഒരു പെണ്ണിനെ പോറ്റാനും വളർത്താനും കൂടെ നിർത്താനും പഠിപ്പിച്ച പരിശുദ്ധ ദീൻ, ആ ദീനാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അടിത്തറയുള്ള കാര്യം. ആ ദീനിന്റെ പന്ഥാവിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബ ബന്ധത്തിൽ വിള്ളലുണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് സമൂഹത്തിൽ പ്രസംഗിക്കാനും അത് എഴുതുവാനും ഇസ്ലാമിക ഉമ്മത്തിനെ മോശമാക്കുവാനും ആളുകൾ വരുമ്പോൾ സത്യം മറിച്ചാണ്. സത്യം നേരെ മറിച്ച ഇന്ത്യ മഹാരാജ്യത്ത് ത്വലാഖ് ചെല്ലപ്പെട്ട പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ 88%-ലധികവും 68%-ലധികവും അമുസ്ലിം സ്ത്രീകളാണ്. പ്രത്യേകിച്ച് ഹിന്ദു സ്ത്രീകളാണ്. 33.3% മുസ്ലിം സ്ത്രീകളുള്ളൂ. ത്വലാഖ് ചെല്ലപ്പെട്ടവരുടെ കണക്ക് പരിശോധിച്ച് നിങ്ങൾ വിധവകളായ ആളുകളുടെ അതുപോലെ ത്വലാഖ് ചെല്ലപ്പെട്ടവരുടെ കണക്ക് പരിശോധിച്ച് നോക്ക്. ഇസ്ലാമിൽ വിധവാ വിവാഹമുണ്ട്, ചില മതത്തിലേ പറ്റൂല. ഭർത്താവ് മരിച്ചാൽ പോലും മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റാത്ത നിയമമുള്ള സ്ഥലങ്ങളുണ്ട്. വിവാഹമോചനം കാർക്കശ്യ നിയമങ്ങളിലൂടെ ബുദ്ധിമുട്ടി കോടതിയിൽ പോയി നേടേണ്ട ഗതികേടുണ്ട്. അവിടെയാണ് നമ്മുടെ രാജ്യത്ത് പുതിയ നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പീഡിപ്പിക്കാൻ നിൽക്കുന്ന ചില ആളുകൾ. ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്ന് ഇതൊക്കെ പരിഷ്കരിക്കണമെന്ന് പറയുന്നവർ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇത് വാദിക്കുന്നെങ്കിൽ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഒരു പുതിയ നിയമത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾ ഇസ്ലാമിന്റെ പേരിലല്ല പീഡിപ്പിക്കപ്പെട്ടല്ലോ. ഡൽഹിയിൽ പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടത് ഇസ്ലാമിന്റെ പേരിലാണോ? അല്ലല്ലോ. ബലാത്സംഗങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്, കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ശരീഅത്ത് കൊണ്ടല്ലോ. നേരെ മറിച്ച് ഇവിടെ നിയമത്തിന്റെ കുറവ് കൊണ്ടല്ല. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇവിടെ ജീവിക്കുന്ന ഏതൊരാൾക്കും അവന്റെ സ്വന്തം ദർശനമനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകാൻ ഭരണഘടന സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ. അതുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം സ്വീകരിച്ചത്. ഇല്ലെങ്കിൽ പിന്നെ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ ആധിപത്യമല്ലേ? ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലേ? അവരാധിപത്യം വരൂലേ? ആ ഒരു ആധിപത്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന അമുസ്ലിങ്ങൾക്ക് പോലും താല്പര്യമില്ല. ഇപ്പൊ നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ സഹായിക്കുന്ന എത്ര അമുസ്ലിങ്ങളുണ്ട്? എത്രയോ അമുസ്ലിങ്ങൾ നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കും. വാഫി കോളേജിന് വേണ്ടി ഖത്തറിൽ പിരിവിന് പോയപ്പോൾ 8 ലക്ഷം രൂപ തന്നത് മലപ്പുറം ജില്ലയിലെ ഒരു ബാലകൃഷ്ണൻ 8 ലക്ഷം രൂപ സംഭാവന കൊടുത്തു. ബാലകൃഷ്ണൻ അവിടുത്തെ ഒരു കാർപ്പൻ്ററാ, ചേളാരിക്കാരനായ ബാലകൃഷ്ണൻ തങ്ങളാണ് ഇതിന്റെ മുന്നിലെന്നൊക്കെ അറിഞ്ഞപ്പോൾ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിലും ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞപ്പോഴും ശരീഅത്ത് പഠിപ്പിക്കുന്ന കോളേജിന് വേണ്ടി 8 ലക്ഷം രൂപ കൊടുക്കാൻ ബാലകൃഷ്ണന് കഴിഞ്ഞത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സൗഹൃദത്തിന്റെ അന്തരീക്ഷമുള്ളത് കൊണ്ടാണ്. ആ സൗഹൃദത്തെ തകർത്തുകൊണ്ട് പുതിയൊരു നിയമം കൊണ്ടുവന്ന് ഇന്ത്യയിലെ ജനസമൂഹത്തെ വർഗീയവൽക്കരിച്ച് ചേരിതിരിക്കാൻ വരുന്ന ആളുകളെ അമുസ്ലിം സഹോദരങ്ങൾ പോലും അംഗീകരിക്കുന്നില്ല എന്നതിന് തെളിവാണത്. അവിടെയാണ് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ മക്കൾ ഇനി ദീൻ പഠിച്ച് മുന്നോട്ട് വന്ന് ശത്രുക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ സ്ഥാപിച്ചു കൊടുക്കണം. അതാ വേണ്ടത്. ദീൻ എന്തെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ. ഇന്നിപ്പോൾ നമുക്കതിന് സാധിക്കുന്നില്ല. ഇസ്ലാമിക സമൂഹത്തെ മോശമായി പൊതുസദസ്സിൽ ചിത്രീകരിക്കുമ്പോൾ പത്രപ്രവർത്തകർ, ബുദ്ധിജീവികൾ, ചിന്തകന്മാർ അവർക്കൊക്കെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പെണ്ണിനെ പീഡിപ്പിക്കുന്ന ഏർപ്പാടാണ്. മുത്തലാഖ് എന്ന് പറഞ്ഞ് ബഹളം വെച്ച് വമ്പിച്ച കോലാഹലം ഉണ്ടാക്കി. സത്യത്തിൽ മുത്തലാഖ് എന്തേ ഉള്ളൂ? 3 ത്വലാഖ് എന്നതിന് അർത്ഥമുള്ളൂ. വെറും 3 ത്വലാഖ്. ഈ ത്വലാഖ് 3 നിയമിച്ചത് 3 പരിധിപ്പെടുത്തിയത് എന്തിനാ? പെണ്ണിനെ പീഡിപ്പിക്കാനാന്നാ പറയുന്നത്, പെണ്ണിനെ ബുദ്ധിമുട്ടിക്കാനാണ്. സത്യത്തിൽ നേരെ തിരിച്ചല്ലേ? പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് പുരുഷന്റെ സ്വാതന്ത്ര്യം വെട്ടിക്കുറച്ചതാണത്. പുരുഷന് ഇഷ്ടം പോലെ ത്വലാഖ് ചെല്ലാൻ പൂർവ്വകാലത്ത് അനുമതി ഉണ്ടായിരുന്നു. എത്ര ത്വലാഖും ചെല്ലാം, എത്ര മാത്രം ത്വലാഖ് ചെല്ലിയാലും ഒരു പരാതി ഉണ്ടാവില്ല. അങ്ങനെ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു 100 ത്വലാഖും 10 ത്വലാഖ്, ദേഷ്യം പിടിച്ച ത്വലാഖ് പിന്നെ മടക്കിയെടുക്കാതെ നിക്കാഹിയ. ഇതായിരുന്നു പണ്ട് കാലത്തെ അവസ്ഥ. ചരിത്രം പഠിക്കണം. അതിന് ഇസ്ലാം ഒരു തിരുത്തു കൊണ്ടുവന്നു. ഒരു പുരുഷനോട് പറഞ്ഞു, പെണ്ണിനെ അങ്ങനെ പന്ത് തട്ടം പോലെ തട്ടിക്കളിക്കാനൊന്നും പറ്റൂല. ഒരു പെണ്ണിനെ നീ വിവാഹം കഴിച്ച പെണ്ണാണെങ്കിൽ 2 ത്വലാഖേ പറ്റൂ. അത്വലാഖു മറത്താനി. 3ാമത്തെ ത്വലാഖ് നീ ചെല്ലിയാൽ ആ പെണ്ണിനെ നിനക്ക് കിട്ടൂല. ആ പെണ്ണ് പിന്നെ മറ്റൊരുത്തന്റെ ഭാര്യയായി പോകും. ആ കുടുംബബന്ധം അവസാനിച്ചെങ്കിൽ മാത്രമേ പിന്നെ നിനക്ക് അവളെ കിട്ടൂ. അവളെ നിക്കാഹ് ചെയ്യാനും പറ്റില്ല, മടക്കിയെടുക്കാനും പറ്റൂല. അപ്പോൾ ഭർത്താക്കന്മാരാകുന്ന അന്നത്തെ പുരുഷന്മാർ ചിന്തിക്കാൻ തുടങ്ങി, ദേഷ്യം പിടിച്ച് 2 ത്വലാഖിൽ ഇനി ത്വലാഖിലെ പെണ്ണിവിടെ ഉണ്ടാവൂല. ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ ത്വലാഖ് ചൊല്ലി പീഡിപ്പിക്കേണ്ട ഏർപ്പാടല്ലേ ഇത്? പുരുഷനെ വരച്ച വരയിൽ നിർത്തി നിയന്ത്രിച്ചത് പോലും പെണ്ണിനെ പീഡിപ്പിക്കലായി ചിത്രീകരിച്ചു. ഇസ്ലാമിനെ തലകീഴായിട്ടാണ് പഠിപ്പിക്കുന്ന ചില ആളുകള്. അത്തരം ആളുകൾക്ക് മുമ്പിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ എന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു തലമുറ വേണ്ടേ? ആ തലമുറയെ വാർത്തെടുക്കൽ കടമയല്ലേ?
ആ കടമയല്ലേ യമാനിയെ പോലുള്ള സ്ഥാപനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കടമ ഇവിടെ നിർവഹിച്ച ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയെ കുറിച്ച് നോക്ക് നിങ്ങൾ. ആ പണ്ഡിത സഭയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മഹാന്മാരായ നായകന്മാർ അവർ ചെയ്ത സേവനം ഓരോ ഗ്രാമത്തിലെ ജനങ്ങളെ നേരിട്ട് ചെന്ന് കണ്ട് അവരെ ഉത്ബോധിപ്പിച്ച് അവർക്ക് ദീനിയായ താല്പര്യമുണ്ടാക്കി ഇതുപോലത്തെ വഅളുകൾ പറഞ്ഞ് ജനങ്ങളെ മടിശീലിലെ പണം ശേഖരിച്ചെടുത്തുകൊണ്ട് മനോഹരമായ കെട്ടിടമുണ്ടാക്കി ആ കെട്ടിടത്തിലേക്ക് രക്ഷിതാക്കളോട് കുട്ടികളെ പഠിക്കാൻ വിടാൻ പറഞ്ഞ് പള്ളി ദർസിനെ പ്രോത്സാഹിപ്പിച്ച് ആ കുട്ടികൾ പള്ളി ദർസിന്റെ പശ്ചാത്തലത്തിൽ അവിടെയുള്ള കാരണവന്മാർക്ക് വേണ്ടി ദുആ ചെയ്ത് മരിച്ചു കിടക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തി നമ്മുടെ നാട്ടിലൊക്കെ ജനങ്ങൾക്ക് ഇവരെ കൊണ്ട് ഉപകാരപ്പെടുമെന്ന ബോധമുണ്ടാക്കി അവരെല്ലാ പള്ളി ദർസിലും പ്രത്യേകമായി ബൈത്ത് ചൊല്ലി. ആ ബൈത്തിൽ പോലും കുട്ടികൾ പറഞ്ഞ വാചകം എന്താണ്? അല്ലാഹുവേ, ഇതിനെ സഹായിക്കുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ. അല്ലാഹുവേ, ഞങ്ങളെ പള്ളിയുടെ ചുറ്റുവട്ടത്ത് മരിച്ചു കിടക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേ. അതുപോലെ തന്നെ നീ പുറത്തു കൊടുക്കണം. ആർക്ക്? കാനൂ ലിദ്ദർസി അഅ്വാന, നമ്മുടെ ഈ ദർസിനെ സഹായിക്കുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണം. വഗ്ഫിർ ലനാ സിയമൻ ലിൽ വാലിദൈനി വമൻ കാനൂ ലനാ വലിഹാദ ദർസി അഅ്വാന. ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെ ഉസ്താദുമാര് പഠിപ്പിച്ചതാണ്. അല്ലാഹുവേ, ഈ പള്ളിയുടെ ചുറ്റുവട്ടത്ത് മരിച്ചു കിടക്കുന്നവർക്ക് ഞങ്ങളെ പിതാക്കന്മാർക്ക് നീ പുറത്തു കൊടുക്കണേ. സ്വന്തം മകൻ പോലും ഒരുപക്ഷെ ഒരു ബാപ്പാക്ക് അത്രമാത്രം പ്രാർത്ഥന നിർവഹിച്ചു കൊള്ളണമെന്നില്ല. സ്വന്തം മകന്റെ പ്രാർത്ഥന പോലും ദിവസവും കിട്ടൂല. വെള്ളിയാഴ്ച ഒരുപക്ഷെ ഈ മകൻ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുന്നവനാണെങ്കിൽ ജുമാ കഴിഞ്ഞ് ബാപ്പാന്റെ ഖബറൊന്ന് സന്ദർശിച്ചെങ്കിലായി. ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യനോ ആരെങ്കിലും ഒരു ദുആ എന്റെ ഖബറിലേക്ക് തരുന്നുണ്ടോ? എന്തനൊരു ദഅവതൻ തൽഹഖു മിൻ അബിന്നഹു അഖിന്നഹു സദീഖിൻ ലഹു, ബാപ്പയോ സുഹൃത്തോ സഹോദരനോ ഒരു ദുആ എന്റെ ഖബറിലേക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഖബറിൽ കിടക്കുന്നവരാണ് നമ്മളൊക്കെ. ഈ ഭൂമുഖത്ത് നമ്മൾ പോകും. 3 കഷ്ണം തുണിയിൽ കെട്ടിപ്പതിഞ്ഞുകൊണ്ട് മക്കൾ കൊണ്ടു ചെന്നാക്കി വിശാലമായ പള്ളിക്കാട്ടിൽ ചെറിയ കൊടി കുത്തിയിട്ട് അതിൽ നമ്മളെ ആക്കും. എന്നിട്ട് നമ്മളെ മക്കൾ അതിൽ മണ്ണിട്ട് മൂടും. വായു പോലും കടക്കാതെ ശരിക്കത് മണ്ണ് വെച്ചടച്ചിട്ട് മിൻഹാ ഖലഖനാകും വഫിഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഇന്നും നമ്മുടെ ഒരു മഹാപണ്ഡിതനെ കബറടക്കി പോന്നു ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാർ. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഈ സ്ഥാപനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ, വിജിഗീഷുവായി ജീവിച്ച മഹാപണ്ഡിതൻ, എതിരാളികൾ പോലും മുട്ടുമടക്കുന്ന വൈശിഷ്ട്യത്തിന്റെ ഉടമയായിരുന്നു. ഈ സമത്തെ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അന്താരാഷ്ട്ര പ്രസിദ്ധമാക്കിയ മഹാൻ, റാബിത്തയുടെ സെക്രട്ടറിയെ പോലും ഞെട്ടിപ്പിച്ച മഹാൻ. ആ മഹാന്റെ മുമ്പിൽ ഇൽമുമായി കടന്നു വന്നുകൊണ്ട് ജയിക്കാൻ ആർക്കും കഴിയില്ല. തന്ത്രം കൊണ്ടുപോലും ജയിക്കാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ആർക്കും കഴിയില്ല. അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. കാരണം നമ്മൾ എന്താ ചിന്തിക്കാന്ന് വെച്ചാൽ അതിന്റെ നേരെ എതിരിലാണ് അദ്ദേഹം ചിന്തിക്കുക. നേരെ എതിരിൽ നമ്മൾ ചിന്തിക്കുന്നതിന്റെ നേരെ എതിർവശത്തിൽ അദ്ദേഹം ചിന്തിക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പ്രവിശാലമാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ, അദ്ദേഹത്തിന്റെ ദൈക്ഷണിക ശക്തി, അതുപോലത്തെ പണ്ഡിതന്മാരെ പടച്ചിറപ്പ് കേരളത്തിന് കൊടുത്തതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ വിജയം. ആ മഹാനുഭാവനെ ധിക്കരിച്ചുകൊണ്ട് സമത്വക്കപ്പുറത്തേക്ക് പോയ ആളുകൾ ഖേദകരമായ പതനത്തിലാണ് പെട്ടിട്ടുള്ളത്. ഞാൻ ആക്ഷേപിച്ചൊന്നും പറയുന്നില്ല, പക്ഷെ മനസ്സിലാക്കണം, കണ്ണിയത്ത് ഉസ്താദും മഹാനവറുകളും ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ ആ പക്ഷത്തോട് തുല്യം നിൽക്കാൻ കേരളത്തിൽ ഒന്നുമില്ല. ബിദ്അത്തുമില്ല, സുന്നത്തുമില്ല. ആ 2 മഹത്തുക്കൾക്കൊപ്പം നിൽക്കാൻ പറ്റിയൊരു പ്രസ്ഥാനം വേറില്ല. കാരണം അത്ര 2 വൈശിഷ്ട്യമുള്ള മഹത്തുക്കളാ, 2 ആലിമീങ്ങൾ, ആഴക്കടല് പോലെ വൈജ്ഞാനിക സാഗരങ്ങളായ 2 മനുഷ്യന്മാർ. ആ 2 മനുഷ്യന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ അവരെ കൂടെയാണ് നിൽക്കേണ്ടത്. അവരാണ് ഈ സമൂഹത്തിന് ദിശാബോധം കൊടുത്ത മഹത്തുക്കൾ. അവരുടെ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയി. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കൾ പറഞ്ഞു, കാളമ്പാടി ഉസ്താദ് മരണപ്പെട്ടു പോയി, കോയക്കുട്ടി ഉസ്താദ് മരണപ്പെട്ടു പോയി, MP കുമരംപുത്തൂർ ഉസ്താദ് മരണപ്പെട്ടു പോയി. അതുപോലെ ബാപ്പു മുസ്ലിയാർ, വലിയൊരു പണ്ഡിത നിര നമ്മുടെ മുമ്പിൽ നിന്ന് അങ്ങനെ അസ്തമിച്ചു പോവുകയാണ്. ആലിമീങ്ങളുടെ അസ്തമയം ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭീതിജനകമാണ്. നല്ല നല്ല ആലിമീങ്ങൾ മരണപ്പെട്ടു പോയിട്ടൊരു ഫത്വ ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഫറായിലിന്റെ മസല ചോദിച്ചാൽ പറയാൻ ആളില്ലാത്തൊരു ഗതി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമു എന്ന് പറഞ്ഞാൽ അതൊരു ഇന്തിസാ അല്ല, അത് മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഇൽമു ഊരിക്കൊണ്ടു പോകലല്ല, മറിച്ചോ വലാകിൻ ബി ഖബ്ദിൽ ഉലമാ,
ആലിമീങ്ങളെ പിടിച്ചുകൊണ്ട് ആലിമീങ്ങളെ മരിപ്പിച്ചുകൊണ്ടാണ് ഇൽമിനെ പിടിച്ചുകൊണ്ട് പോവുക. ആലിമിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമുഖത്ത് കൊണ്ടുപോകും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കണം, ആലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉലമാ നമ്മുടെ നാട്ടിനെ കൊടുത്ത സേവന പ്രവർത്തനങ്ങൾ മറക്കാൻ പാടില്ല. അതാണല്ലോ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആയത്ത്, യൂത്തിൽ ഹിക്മത മൻ യശാ വമൻ യൂത്തിൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് നിങ്ങൾ, ഈ ആയത്ത് എവിടെയാ പടച്ച റബ്ബ് പറഞ്ഞത്? ആ ആയത്തിന്റെ തൊട്ട് മുമ്പിൽ എന്താ റബ്ബ് തആല സൂചിപ്പിച്ചത്? പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തൊന്നെടുത്ത് നോക്ക് നിങ്ങൾ. ആ ആയത്തിന്റെ തൊട്ട് മുമ്പിൽ കാണാം, മുതഅല്ലിമീങ്ങൾ ചിന്തിക്കണം, സാധാരണക്കാര് പഠിക്കണം. അല്ലാഹു പറയുന്നത് അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖർ വയഉമുറുകും ബിൽ ഫഹ്ശാ. പിശാച് നിങ്ങളെ ദാരിദ്ര്യം കൊണ്ട് പീഡിപ്പിക്കുകയും തിന്മക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ആ ആയത്താണ് ആദ്യം പറയുന്നത്. ആയത്തിന്റെ ശേഷമാണ് ഈ ആയത്ത് പറയുന്നത്. പിശാച് നമ്മളെ പീഡിപ്പിക്കുന്നു, ദാരിദ്ര്യമുണ്ടാകും. ഇത് ദീൻ പഠിക്കാൻ പോയി മുസ്ലിയാരായിട്ട് കാര്യമില്ല മോനെ. നീ അറബി കോളേജിൽ കുത്തിയിരുന്ന് 12 കൊല്ലം പഠിച്ചിട്ട് കാര്യമില്ല കുട്ടി. നിനക്ക് പണമുണ്ടാക്കിയാൽ ജീവിക്കാം. സമ്പത്തുണ്ടാക്കണമെങ്കിൽ നീ എന്തെങ്കിലും ഒരു പ്രവർത്തനം പഠിച്ചോ, ഒരു തൊഴിൽ പഠിച്ചോ, ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടിക്കോ. 12 കൊല്ലം കിതാബോധി പഠിച്ചിട്ടെന്താ? പരിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കി എന്ന് പറഞ്ഞിട്ട് എന്താ നിനക്ക് കിട്ടുക എന്ന് ചോദിച്ചുകൊണ്ട് പലരും ഒരുപക്ഷെ ഇതിനെ ചെറുതാക്കും. അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖർ വയഉമുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫളലാ വല്ലാഹു വാസിഉൻ അലീം. എന്നാൽ പടച്ചറപ്പ് നിങ്ങളെ വിളിക്കുന്നത് വിശാലമായ അവന്റെ ഔദാര്യത്തിലേക്കാണ്. അവന്റെ പരിശുദ്ധമായ ഇൽമ പഠിച്ചു നോക്ക് നിങ്ങൾ. ഈ ഭൂമുഖത്തുള്ള സകല ചരാചരങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തും. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി അല്ലാഹുവിനോട് തേടും. ആലിമിന്റെ ഉയർച്ച അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു പക്ഷെ സമ്പത്ത് അവന് കണ്ടുകൊള്ളണമെന്നില്ല. ആത്മീയമായി ആ മനുഷ്യന് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട്. ആ അംഗീകാരം മതിയല്ലോ. ആ അംഗീകാരം ഒരു മനുഷ്യന് പടച്ചറപ്പ് ഭൂമുഖത്ത് വെച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ കബൂലിയത്താണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലമ സമൂഹത്തിലേക്ക് ചെന്നാൽ ഏത് ഡോക്ടറാണെങ്കിലും ഏത് എഞ്ചിനീയർ ആണെങ്കിലും IAS ഓഫീസർ ആണെങ്കിലും ആ മഹാൻ കഴിഞ്ഞിട്ടേ പിന്നെ ആ സദസ്സിൽ ആളുള്ളൂ. എന്താ കാരണം? ഒരു ഡോക്ടറും ഒരു എഞ്ചിനീയർ ആരും പിന്നീട് പ്രശ്നമാവും. എന്താ കാരണം? ഈ ആലിം തന്നെയാ പ്രധാനം. ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ സദസ്സിലേക്ക് വന്നാൽ പിന്നെ വേറെ ആരും പ്രസക്തരല്ല. നമ്മുടെ ബഹുമാനപ്പെട്ട സമത്വയുടെ ആലിമീങ്ങൾ അങ്ങനെയാ. ആ ആലിമീങ്ങളെ ഷിആറും പ്രവർത്തനവും പാണ്ഡിത്യവും ഏത് വലിയ മനുഷ്യനും ഭരണാധികാരി പോലും അവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരുമെന്നാണ് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. ആരും അവരുടെ മുമ്പിൽ വലുതല്ല. എത്ര വലിയ സമ്പന്നനാണെങ്കിലും ഈ പണ്ഡിതനെ ബഹുമാനിച്ചേ പറ്റൂ. അവന്റെ സമ്പത്തൊന്നും പണ്ഡിതന് ഒരു പ്രശ്നമല്ല. പണ്ഡിതൻ സമ്പത്തിന് അടിപ്പെട്ടില്ലെങ്കിൽ സമ്പന്നൻ പണ്ഡിതൻ അടിപ്പെടും. പണ്ഡിതൻ സമ്പത്തിന് അടിപ്പെട്ടാൽ വിഷയം പോയി. ഒരിക്കലും അങ്ങനെ അടിപ്പെട്ട പണ്ഡിതന്മാരല്ല നമ്മുടെ പണ്ഡിതന്മാർ. നമ്മുടെ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ചുകൊണ്ട് സമൂഹത്തെ നേർവഴിക്ക് നടത്തിയ ആളുകളാ. ആ പണ്ഡിതന്മാർ ഒരിക്കലും ദുന്യാവിന് വേണ്ടി ഒരു മോഹവും പുലർത്തിയിട്ടില്ല. ഇപ്പൊ കോട്ടുമല ആബുസ്ലിയാരെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു. ആ മഹാൻ സമത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചീഫ് കമാൻഡർ പോലെയാണ്, ഒരു കമാൻഡിങ് പവർ. എന്തൊരു വിഷയത്തിലും അദ്ദേഹം ഒരു യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്താൽ ആ യോഗത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന് ശക്തമായ സ്വാധീനമുണ്ട്. എന്താ കാരണം? അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ കാർക്കശ സ്വഭാവമല്ല, മറിച്ച് വിഷയത്തെക്കുറിച്ച് നല്ല ഗൃഹപാഠം നടത്തും. ഒരു വിഷയം ചർച്ച ചെയ്യാൻ അദ്ദേഹം വരുമ്പോൾ അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് എങ്ങനെ വിജയിപ്പിച്ചെടുക്കാം എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് കാഴ്ചപ്പാട്. തബസറത്ത് ശരിക്കും എല്ലാ വിഷയത്തിലും കാഴ്ചപ്പാടുണ്ടാവും. ആ കാഴ്ചപ്പാട് പ്രകടിപ്പിച്ചുകൊണ്ട് ശരിക്കും അതെങ്ങനെ ഈ ചർച്ച കൊണ്ടുപോകണം എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടാവും. മാത്രമല്ല നമുക്ക് അദ്ദേഹം വലിയൊരു ആശ്വാസമായിരുന്ന കാരണം നമ്മുടെ ആലിമീങ്ങളിൽ മിക്ക ആളുകളും പ്രായമായ ആളുകളാണ്. അവരൊക്കെ നമുക്കൊരു നേതൃത്വമാണ്. അവർ സദസ്സിൽ വന്ന് ഇരുന്നാൽ മതി, വേറൊന്നും അവർ ചെയ്യണ്ട. അവർ നമുക്ക് ദുആ ചെയ്ത് തന്നാൽ മതി, വേറൊന്നും അവർ ചെയ്യണ്ട. ഒരു മസല പ്രശ്നം ഉണ്ടാകുമ്പോൾ അതൊന്ന് പറഞ്ഞു തന്നാൽ മതി, മുഷാവറ കൂടി വേറൊന്നും വേണ്ട. നേരെ മറിച്ച് ബാപ്പ് മുസ്ലിയാർ അങ്ങനെ ഒരു പ്രവർത്തകനെ പോലെയായിരുന്നു. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി വീട്ടിലെത്തുന്നവരെ നിരന്തരമായി യോഗങ്ങളും പ്രവർത്തന നൈരന്തര്യവും. നിങ്ങൾക്കറിയില്ലേ നമ്മുടെ 2 സമ്മേളനങ്ങൾ, സമത്വ കേരള ജമിയത്തുലമയുടെ 2 സമ്മേളനം അടുത്ത കാലത്ത് മറക്കാൻ പറ്റുമോ? ആ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനം കൂരിയാട്ട് മലപ്പുറത്ത് നടന്നു. ആ സമ്മേളനത്തിന്റെ എല്ലാ പ്രവർത്തനത്തിലും അദ്ദേഹം ഭാഗവാക്കായിരുന്നു. അതൊരു പക്ഷേ മലപ്പുറത്താണ്, എപ്പോഴും സൗകര്യമാണ്, സമ്മതിച്ചു. എന്നാൽ 90-ാം വാർഷികം ആലപ്പുഴയിൽ നടക്കുമ്പോൾ ഇവിടുന്ന്
ഈ പ്രദേശമല്ല, അദ്ദേഹം ജീവിക്കുന്ന മലപ്പുറത്ത് നിന്ന് ഏകദേശം 250ഓളം കിലോമീറ്റർ ഉണ്ട്. 200-ൽ പരം കിലോമീറ്റർ. 200-ൽ പരം കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് അദ്ദേഹം ഇടയ്ക്കിടെ ഓടിയെത്തി. എത്ര തവണയാണ് അദ്ദേഹം അവിടെ അതിനു വേണ്ടി പോയത്? സമ്മേളനത്തിന് വേണ്ടി ക്യാമ്പിന്റെ പന്തൽ പ്രത്യേക രീതിയിൽ സംവിധാനിക്കുന്നത് മുതൽ, കടപ്പുറത്ത് വേദി കെട്ടുന്നത് മുതൽ, അവിടെ നമ്മുടെ വിക്കായ അംഗങ്ങളുടെ റാലി മുതൽ എല്ലാ കാര്യത്തിലും A to Z അദ്ദേഹം അറിഞ്ഞ് പ്രവർത്തിച്ചു. നമ്മളൊക്കെ പ്രവർത്തിക്കുന്നതിനേക്കാളപ്പുറം ഞങ്ങളൊക്കെ ചെറുപ്പക്കാരായ പ്രവർത്തകരാ. അവരെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്ന ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട 5-6 ദിവസം ഞാനവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. 6 ദിവസം ഞാനവിടെ ക്യാമ്പ് ചെയ്ത് ഈ 6 ദിവസവും എല്ലാ കാര്യത്തിലും അദ്ദേഹം A to Z ഇടപെടുന്ന നമുക്ക് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ പോയിരുന്നു. സ്വാസംഘത്തിന്റെ സമയം മുതൽ ഒരു വലിയ ആലിമായ മനുഷ്യൻ സമത്തയുടെ അമരത്തിരിക്കുന്ന ഒരാള് ഒരു സമ്മേളനത്തിന്റെ സകല കാര്യത്തിലും ഒരുപോലെ ഇടപെട്ടുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് മുതൽ പന്തൽ കിട്ടുന്നത് മുതൽ പ്രോഗ്രാം അടക്കമുള്ള സകല കാര്യത്തിലും, അതോടൊപ്പം തന്നെ അതിന്റെ മുന്നോടിയായി നടന്ന വലിയ സംസ്ഥാനമൊട്ടുക്കും പിടിച്ചു കുലുക്കിയ മഹത്തായ ഒരു സന്ദേശ പ്രയാണത്തിൽ അതിന്റെ നായകനായി. കൂരിയാട് സമ്മേളനത്തിലെയും സന്ദേശ പ്രയാണ നായകനായിരുന്നു. വിദ്യാഭ്യാസ ബോർഡ് അതിൻ്റെ അദ്ദേഹം എടുക്കോടെ ചിട്ടയോടെ കൊണ്ടു നടന്നു. ഇതൊക്കെ കൊണ്ടു നടക്കുമ്പോഴും ആക്ഷേപരഹിതമായി കേരള ഹജ്ജ് കമ്മിറ്റി അദ്ദേഹം നയിച്ചു. കേരളത്തിന്റെ ഹജ്ജ് കമ്മിറ്റിയിൽ ഒരുപാട് ആക്ഷേപങ്ങൾ മുമ്പുണ്ടായിരുന്നു. മുൻ ഹജ്ജ് കമ്മിറ്റികളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ആക്ഷേപം ഏറ്റവും കുറഞ്ഞ ഹജ്ജ് കമ്മിറ്റി ആയിരുന്നു അദ്ദേഹത്തിന്റെ 2 ടേമിലും. ഈ ടേം അദ്ദേഹത്തിന് പൂർത്തിയാക്കാനുള്ള അവസരം കൊടുത്തില്ല. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വിദഈ പ്രസ്ഥാനക്കാരും പലതരത്തിലുള്ള ആളുകളും പല ചിന്താഗതിക്കാരും ഒന്നിച്ചിരിക്കുന്ന വേദിയാണ് നമ്മുടെ ഹജ്ജ് കമ്മിറ്റി എന്ന് പറയുന്ന വേദി. ആ ഹജ്ജ് കമ്മിറ്റിയിൽ അദ്ദേഹം ഇരിക്കുമ്പോഴും ഹജ്ജ് കമ്മിറ്റിയുടെ ഒരു മെമ്പർ എന്ന രീതിയിൽ തന്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുമ്പോഴും സമത്വയുടെ ആദർശത്തിൽ ഉറച്ചു. ആദർശത്തിൽ ഒരു തരത്തിലും അദ്ദേഹം വ്യതിചലനം വരുത്തിയില്ല. സുപ്രഭാതം സുപ്രഭാതമാക്കുന്നതിൽ, കടമേരി കോളേജ് കടമേരി കോളേജ് ആക്കുന്നതിൽ, അതുപോലെ തന്നെ കോട്ടുമല കോംപ്ലക്സ് അങ്ങനെ സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ബാപ്പുശ്രീയുടെ മുദ്രയില്ലാത്ത മറ്റൊന്നുമില്ല. ആ വ്യക്തിയുടെ പ്രവർത്തനത്തിന്റെ മികവ് തന്നെയാണ്. അള്ളാഹു അത്തരം ചില ആളുകളെ നമുക്ക് തരുമ്പോൾ നമ്മുടെ ചരിത്രം ശോഭായമാനമാവുകയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നല്ല നല്ല ആളുകളൊക്കെ നമ്മിൽ നിന്ന് വിട്ടുപോകും. നല്ലവരൊക്കെ വിട്ടുപോയി. അടുത്ത കാലത്ത് എത്ര നല്ല നല്ല മഹാന്മാർ പോയി നോക്ക് നിങ്ങൾ. പക്ഷെ അവരുടെയൊക്കെ പോക്ക് നമുക്ക് സന്തോഷകരമായ നല്ല നിമിഷങ്ങളിലും സമയത്തുമാണ്. കെലിമ ചൊല്ലി മരിച്ച ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലമയെ നമുക്ക് മറക്കാൻ പറ്റുമോ? കെലിമ ചൊല്ലാൻ ആ മഹാൻ സുബൈന്റെ സമയം തന്നെ തെരഞ്ഞെടുത്തു. വളരെ സൈലന്റായ സമയം, മുഴുവൻ ആളുകൾക്കും കേൾക്കാവുന്ന സന്ദർഭം. എല്ലാവരും ആ മഹാൻ കെലിമ ചൊല്ലുന്നത് കേട്ടവരാണ്. അങ്ങനെ കെലിമ ചൊല്ലി പടച്ചറബിലേക്ക് മടങ്ങാൻ ഒരു മനുഷ്യന് ഭാഗ്യം കിട്ടുക എന്നാൽ, അങ്ങനെ കെലിമ ചൊല്ലി അന്ത്യവാക്ക് കെലിമയായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ പോരെ. അതിലപ്പുറം എന്താ വേണ്ടത്? ഒരു മനുഷ്യന് സൗഭാഗ്യം. ആക്കിബത്ത് നന്നാവലല്ല പ്രധാനം. ഇപ്പൊ മരിച്ച കുമരംപുത്തൂർ ഉസ്താദ് ഒന്ന് ശ്രദ്ധിക്കും. മഹാനായ കുമരംപുത്തൂർ ഉസ്താദ് മരിക്കുന്നതിന്റെ ഏകദേശം അരമണിക്കൂർ മുമ്പ് അബോധാവസ്ഥയിലേക്ക് പോയി. ഡോക്ടർമാരെന്താ പറഞ്ഞത്? ഇനി തെളിയില്ല, രക്ഷയില്ല, ഒരു മാർഗമല്ല, എവിടെ കൊണ്ടുപോയിട്ടും ഫലമില്ല. ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞത്. സ്വാഭാവികമായും അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ കെലിമ ചെല്ലാതിരുന്നാൽ എന്തോ ഒരു സങ്കടം ഉണ്ടാവും, എന്തൊരു മനപ്രയാസം ഉണ്ടാവും. ഭാര്യയ്ക്ക് പ്രയാസം, മക്കളൊക്കെ ആലിമ്യങ്ങൾ, അവർക്കൊക്കെ പ്രയാസം. അവർ പടച്ച റബ്ബിനോട് തേടുകയാണ്. അങ്ങനെ അവർ പടച്ച റബ്ബിനോട് കരഞ്ഞു തേടുന്നൊരു സന്ദർഭം. മരണത്തിന്റെ ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുമ്പ് അദ്ദേഹം സ്വയം കണ്ണു തുറക്കണം. ഒരു മരുന്നും കൊടുത്തിട്ടല്ല. മരുന്നൊന്നും ഫലിക്കില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതാ, ഫലമില്ല. അദ്ദേഹം കണ്ണു തുറന്നു നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചു. നല്ലൊരു ചിരി, നല്ലൊരു ചിരി ചിരിച്ചിട്ട് പിന്നെ ബഹുമാനപ്പെട്ടവർ ചൊല്ലിക്കൊടുത്ത കെലിമ നല്ല സ്ഫുടമായ ഭാഷയിൽ ഉറക്കെ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നന്നായിട്ട് ചൊല്ലി, ചുണ്ടനക്കല്ല, ശരിക്ക് ചൊല്ലി. അത് കേട്ടു. കേട്ടിട്ട് പുറത്ത് വന്ന് അദ്ദേഹത്തിന്റെ മക്കൾ അവിടെ കാത്തു നിൽക്കുന്ന സംഘടനാ പ്രവർത്തകരോട് പറഞ്ഞു, ബാപ്പ കെലിമ ചൊല്ലി വലിയ റാഹത്തിൽ. മാത്രമല്ല അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ചുണ്ട് പൂട്ടി, അദ്ദേഹം തന്നെ കണ്ണും പൂട്ടി. അത് പൂട്ടി കൊടുക്കേണ്ടി വന്നില്ല. അങ്ങനെ ഒരു ചെറിയ ചിരിയോടുകൂടി അദ്ദേഹം അങ്ങ് മരണപ്പെട്ടു പോയി. താടി കെട്ടുന്ന സമയത്ത് മക്കൾ പറയുന്നു, ഒരു പ്രകാശം താടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. മക്കൾ പറഞ്ഞതാ. ഇതേ അനുഭവം ചെറുശ്ശേരി സ്ഥാന്റെ ജീവിതത്തിലുണ്ടായി. ബാപ്പുശ്ശേരി ഇപ്പം മരണപ്പെട്ട് നോക്കും നിങ്ങൾ. ഔസുൽ ആലം ബഹുമാനപ്പെട്ട ഷേഖ് ജീലാനി തങ്ങൾ മരണപ്പെട്ട അതേ ദിനത്തിൽ എന്തൊരു മനോഹരമാണ്. ഷെയ്ഖ് റിഫായി തങ്ങളും ഔസുൽ ആലമും ഒക്കെ നമ്മുടെ സമൂഹത്തിന്, റിഫായി തങ്ങൾ ഈ സമൂഹത്തിന് ചെയ്ത സേവനത്തെക്കുറിച്ച് നമുക്കറിയാം, ഔസുൽ ആലം ചെയ്ത സേവനത്തെക്കുറിച്ച് അറിയാം. അങ്ങനെയുള്ള മഹാരഥന്മാരായ സൂഫിയാക്കളും ഔലിയാക്കളുമായ ആളുകൾ മരിച്ച ദിവസം അത് തിരഞ്ഞെടുക്കാൻ അല്ലാഹു അവസരം കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ അവർക്ക് ലഭ്യമായത് ഈ നല്ലവരുടെ കൂടെ അവർ നിന്നതുകൊണ്ടാണ്. കൂനൂ മഅ സ്വാദിഖീൻ എന്ന വാക്ക് പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരിക്കലും സാധാരണക്കാരനായ മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞ വാക്കില്ലേ ഹദീസില്? ആ മനുഷ്യൻ വന്നുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, ലൈസ ഇൻദി കഥറത്തു സിയാമിൻ കഥറത്തു സ്വലാത്തിൻ വസിയാം. നബിയെ, എൻ്റെ കയ്യിൽ ഒരുപാട് നോമ്പും ഒരുപാട് നിസ്കാരവും ഒന്നുമില്ല നബിയെ. നോമ്പില്ല, നിസ്കാരമില്ല എന്ന് പറഞ്ഞിട്ടില്ല. കഥറത്ത് എന്നൊരു പദമുണ്ട് അവിടെ. ലൈസ ഇൻദി കഥറത്തു സ്വലാത്തിൻ വസിയാം. അള്ളാഹുവിന്റെ തിരുദൂതരെ, എൻ്റെ കയ്യിൽ ഒരുപാട് നോമ്പുമില്ല, ഒരുപാട് നിസ്കാരവുമില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു. ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരെയും അളവറ്റ് സ്നേഹിക്കുന്നുണ്ട് നബിയെ. എനിക്ക് അങ്ങയോട് സ്നേഹമുണ്ട്, അള്ളാഹുവിനോട് സ്നേഹമുണ്ട് നബിയെ. അള്ളാഹുവിന്റെ തിരുദൂതര വാക്ക് കേട്ടുകൊണ്ട് ആ മനുഷ്യനോട് പറഞ്ഞു, കൂടുതൽ ഇബാദത്തില്ലാത്ത എന്നാൽ നബി തങ്ങളോടും അള്ളാഹുവിനോട് ഹുബ്ബ് വെച്ച് പുറത്തുന്ന ആ മനുഷ്യനോട് പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു മനുഷ്യൻ അവൻ സ്നേഹിച്ചവന്റെ കൂടെ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടും. നമ്മളതാ പ്രതീക്ഷിക്കുന്നത്. മഹാനായ കുമരംപുത്തൂർ ഉസ്താദിന് കെലിമ ചൊല്ലാൻ അവസരം ഇല്ലെന്ന് കുടുംബം പോലും തീരുമാനിച്ച ഘട്ടത്തിൽ സ്വയം ഒന്ന് ഉണരുവാനും കെലിമ ചൊല്ലുവാനും കഴിഞ്ഞെന്തുകൊണ്ടാ? അൽ മർഉ മഅ മൻ അഹബ്ബ. അവൻ സ്നേഹിച്ച ആളുകളുടെ കൂടെ അവൻ ഉണ്ടാകും. നല്ല മനുഷ്യന്മാരെ കൂടെ കൂടണ്ടേ? അതിനുവേണ്ടി കെലിമ ചൊല്ലണ്ടേ? മഹാന്മാര് മരിച്ച ദിവസത്തിൽ അപ്പോസ്തലർക്ക് മരിക്കാൻ കഴിഞ്ഞെന്തുകൊണ്ടാ? കളമ്പാടിയിൽ പോയി നോക്കൂ നിങ്ങൾ. അതിന്റെ പിതാവിന്റെ ഖബർ അവിടെയുണ്ട്. ആ പിതാവിന്റെ ഗുരുവായ കോമുസ്ലിയാരുടെ ഖബർ അവിടെയുണ്ട്. ബഹുമാനപ്പെട്ട ബാപ്പുസ്ലിയാരുടെ ഖബർ അവിടെയുണ്ട്. 4 മുഷാവറ മെമ്പർമാരായിരുന്ന മഹത്തുക്കൾ ഒന്നിച്ചൊരു പള്ളിയുടെ വട്ടത്ത്. ആ മഹാന്മാരെ കൂടെ തന്നെയാണ് അദ്ദേഹവും കിടക്കുന്നത്. ബാപ്പാന്റെ കൂടെ, കോമുസ്ലിയാരുടെ കൂടെ. ഒന്ന് ചിന്തിക്കണം നിങ്ങൾ. കാളമ്പാടി ഉസ്താദിന്റെ കൂടെ, കാളമ്പാടി ഉസ്താദ് അവിടെ, കോമുസ്ലിയാർ അവിടെ, ബാപ്പുസ്ലിയാർ അവിടെ. ചിന്തിക്കണം. ആ മഹാന്മാരായ ആളുകൾക്കൊപ്പമാണ് അദ്ദേഹം ഇന്ന് കിടന്നുറങ്ങുന്നത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? നല്ല മനുഷ്യന്മാരുടെ കൂടെ ജീവിതത്തിലും മരണത്തിലും ഒരുമിച്ച ആളുകൾ. കൂട്ടമൽ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞാൽ സമത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാന വ്യക്തിത്വമായിരുന്നു. ഷെയ്ഖുന ശംസുലമ ജാമിലുള്ള സമയത്ത് കൂടെയുള്ള മഹാനാണ്. ഒന്ന് ചിന്തിക്കണം നിങ്ങൾ. ആ മഹാന്മാരുടെ കൂടെ നിൽക്കാൻ കഴിയുക എന്നാൽ എന്തിനാ ഷെയ്ഖുന ശംസുലമ ബഹുമാനപ്പെട്ടവർ വരക്കല മക്കാമിൽ തന്നെ തന്റെ ഖബറാകണമെന്ന് ചിന്തിച്ചത്? എന്തേ നന്ദിയിലാകാമായിരുന്നല്ലോ, ഷെയ്ഖിന്റെ പള്ളിയിലാകാമായിരുന്നല്ലോ, തന്റെ ഭവനത്തിന്റെ മുറ്റത്ത് മനോഹരമായ മക്ബറ ഉണ്ടാക്കാമായിരുന്നല്ലോ. മക്ബറ എവിടെയാണെങ്കിലും ശിഷ്യന്മാരും ബന്ധപ്പെട്ടവരും പ്രാസ്ഥാനിക നേതാക്കളും അവിടെ ചെല്ലുമല്ലോ. എന്തിനാ അദ്ദേഹം വരക്കല സ്ഥലം തിരഞ്ഞെടുത്തത്? മറ്റൊന്നുകൊണ്ടുമല്ല. വരക്കല മക്കാമ് തെരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സമത്തയുടെ ആലിമീങ്ങൾക്കൊപ്പമാകണം. കൂനൂ മഅസ്സാദിഖീൻ. നല്ലവരുടെ കൂടെ ആകണമെന്ന നിർബന്ധ ബുദ്ധിയാണത്. ആ നിർബന്ധ ബുദ്ധിയാണ് ബഹുമാനപ്പെട്ടവർ ഈ സമൂഹത്തെ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഞാൻ ഈ പ്രസംഗിക്കുന്നത് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുണ്ടല്ലോ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ടല്ലോ, നമ്മുടെ മക്കളെ സമത്വയുമായി ബന്ധപ്പെടുത്തണം. നമ്മുടെ മക്കൾക്ക് സമത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. കാലഘട്ടം വളരെ ദുഷിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത്. നമ്മുടെ ശത്രുക്കൾക്കെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കലല്ല നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിന്റെ ദീൻ നമ്മളെ പഠിപ്പിച്ച പ്രബോധന ശാസ്ത്രം അതല്ല, മറിച്ചോ അവരോട് നമ്മൾ ചെയ്യേണ്ടത് സമാധാനപരമായ സഹവർത്തിത്വമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഗുരുനാഥൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദീനുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിലേക്ക് തങ്ങളുടെ വീട്ടിൽ ശിഷ്യന്മാരാകുന്ന കുട്ടികൾ ഒന്നിച്ച് പഠിക്കുന്ന സമയത്ത് താരീഖിലുണ്ട്. മഹാന്റെ വീട്ടിൽ കുട്ടികൾ പഠിക്കുമ്പോൾ എഴുതി വെക്കുന്ന കടലാസ് ഖുറാസുകൾ അത് എലി കരണ്ട് നശിപ്പിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഉമ്മമാര് ശ്രദ്ധിച്ചോ? എലി കരണ്ട് നശിപ്പിക്കുന്ന രംഗം വന്നപ്പോൾ കുട്ടികൾ ഉസ്താദിനോട് ചെന്നുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, നമുക്കൊരു പൂച്ചയെ വളർത്തിയിട്ട് എലികളെ കൊല്ലാം. മഹാനവറുകൾ പറഞ്ഞ മറുപടി, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ അഹ്മദുൽ ഗസാലി തങ്ങൾ പറഞ്ഞ മറുപടി ഒരു പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. അദ്ദേഹം പറഞ്ഞു, എലിയെ കൊല്ലാൻ പൂച്ച വേണ്ട മക്കളെ, എലിയെ കൊല്ലാൻ നിങ്ങൾ വേറെ വല്ല മാർഗവും സ്വീകരിക്കണേ. എന്താ കാര്യം എന്ന് ചോദിച്ചു. ഉസ്താദ് അവർക്ക് പറഞ്ഞു കൊടുത്തു, ഞാൻ ഭയപ്പെടുന്ന ഒരു രംഗമുണ്ട്, നിങ്ങൾക്കറിയോ? എലി കേൾക്കും സൗത്തൽ ഹിറി, പൂച്ചന്റെ ശബ്ദം. പൂച്ചയുടെ ശബ്ദം എലി കേട്ടാലോ ഫയഹ്റുബുൽ ഫഅർ, എലി ഓടി ഒളിക്കും ഇലാ ദുവരിൽ ജിറാൻ, അയൽവശത്തെ വീട്ടിലേക്ക്. അയൽവശത്തെ വീട്ടിലേക്ക് എലികൾ ഓടി ഒളിച്ചാലോ ഞാൻ ആരാകും? എനിക്കിഷ്ടമില്ലാത്ത അവർക്കിഷ്ടപ്പെട്ടവനെ പോലെ ആകും. അഹബ്ബു ഇലയ്യ, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിമാ ലാ യുഹിബ്ബു ലിനഫ്സി. അഹബ്ബു ഇലൈഹിം, ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടവനെ പോലെയാകും. ബിമാ ലാ ഉഹിബ്ബു ലിനഫ്സി, എനിക്ക് ഇഷ്ടപ്പെടാത്തത്, അവർക്ക് ഇഷ്ടപ്പെടാത്ത സാധനം ഞാൻ ഇഷ്ടപ്പെടാൻ പാടില്ല. അവരുടെ വീട്ടിൽ എലി ഉണ്ടാവുന്നത് എനിക്ക് ഇഷ്ടാക്കാൻ പാടില്ല. അതാ മോമിൻ. എൻ്റെ വീട്ടിൽ എലി എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട്
എൻ്റെ വീട്ടിലെ ഒരു എലി എൻ്റെ പ്രവർത്തന ഫലമായി അടുത്ത വീട്ടിൽ പോയി ശല്യമുണ്ടാക്കുന്ന അവസ്ഥ ഞാനിവിടെ ഉണ്ടാക്കിയാൽ നാളെ പടച്ച റബ്ബിനോട് ഞാൻ സമാധാനം പറയേണ്ടി വരും. അതൊരു ദീനി ചിന്തയാണ്. ഈ ചിന്തയാണ് നമ്മൾ മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കേണ്ടത്. ഏത് വർഗീയവാദിക്കും ഇത് കേട്ടാൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഒരു വർഗീയവാദിയായ മനുഷ്യൻ ഒരിക്കലും ഇസ്ലാമിലൂടെ സൃഷ്ടിക്കപ്പെടില്ല എന്ന് അവർ പഠിക്കും. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സവിശേഷത. ദീനിന്റെ നിലനിൽപ്പും ദീനിന്റെ വളർച്ചയും മുഴുവൻ നടന്നിട്ടുള്ളത് സമാധാനപരമായ പ്രബോധനത്തിലാണ്. നിങ്ങൾ ഈ തൊട്ടടുത്ത പ്രദേശമാണ് പന്തലായനി. പന്തലായനിൽ ഇസ്ലാമിക പ്രബോധനം നടന്നത് എങ്ങനെയാ? ചരിത്രം പഠിച്ചു നോക്കും. മഹാന്മാരായ സ്വഹാബത്തിന്റെ കറാമത്തോണ്ടാ. താരീഖിലുണ്ട്. നിങ്ങൾ ചരിത്രം പഠിക്കണം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇസ്ലാമിക പ്രബോധന ചിത്രം പഠിക്കണം. നിങ്ങൾ കൾച്ചറൽ സിംബയോസിസ് എന്ന് പറയുന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് MG നാരായണൻ. ഇവിടെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം അദ്ദേഹം വരച്ചു കാട്ടിയിട്ടുണ്ട്. കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ചരിത്രം എഴുതിയ പുസ്തകത്തിൽ യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥൻ എഴുതിയ ചരിത്രത്തിൽ കൂടി ഞാൻ വായിച്ചിട്ടുണ്ട്. പന്തലായനിലെ നാടുവാഴിയുടെ മകൾ പാമ്പ് കടിയേറ്റ് ദുരിതത്തിൽ കിടന്നപ്പോ ആ കുട്ടി മരിച്ചുപോയി എന്ന് കരുതി കുടിച്ചിടാൻ നിൽക്കുന്ന സമയത്ത് പന്തലായനി പ്രദേശത്ത് പാറപ്പുറത്ത് ദിക്റഹൽക്ക നടത്താൻ വേണ്ടി വൈകുന്നേരം വന്നണയുന്ന കുറച്ച് സൂഫിയാക്കൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ പോയി വിളിച്ചു. അവസാനത്തെ ശ്വാസം കുട്ടിക്ക് കിട്ടുമോ നോക്കാൻ. മരിച്ചു കുഴിച്ചിടാൻ നിൽക്കുക. പാമ്പ് കടിയേറ്റ്. പക്ഷെ ജീവന്റെ ലക്ഷണം ഉണ്ടെന്നൊരു തോന്നൽ അവർക്ക് പണ്ടൊക്കെ അങ്ങനെയാണ്. ഒരാള് പാമ്പ് കടിയേറ്റാൽ ചില വിഷം തീണ്ടിയാൽ പിന്നെ ഒന്നും മിണ്ടൂല, അങ്ങനെ കിടക്കും. കണ്ണിന് ചിലപ്പോൾ കണ്ണുനീര് വരും. മരിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഇല്ലെങ്കിൽ ഉണ്ടാവില്ല, അറിയില്ല. നാടുവാഴിക്ക് ആകെ ഒരു മകളേ ഉള്ളൂ. നാടുവാഴിക്ക് ഒരൊറ്റ മകളേ ഉള്ളൂ. ആ മകളെ കുടിച്ചിടാൻ തീരുമാനിച്ച സമയത്താണ് ആളുകൾ പറഞ്ഞത് രാത്രി അവിടെ കുറച്ച് ആളുകൾ വന്നിട്ട് മുസ്ലിങ്ങൾ എന്തൊക്കെയോ അവരുടെ മതപരമായ ചടങ്ങ് നടത്താറുണ്ട്. അന്വേഷിച്ചപ്പോൾ അത് ചാലിയത്തുനിന്ന് മാലിക് ബിൻ ഹബീബും തങ്ങളും വന്നിട്ട് ദിക്റൽക്ക നടത്തുക. അവർ കടപ്പുറത്തൂടെ തോണിയിൽ വന്നിട്ട് ആ പള്ളിയുടെ മുകളിൽ അവിടെ പാറപ്പുറത്തിരുന്നിട്ട്, അന്നവിടെ പള്ളിയിലല്ലോ, അവരെ പോയി വിളിച്ചു. അവരെ പോയി വിളിച്ചു കൊണ്ടുവന്ന് അവർ ഈ കുഞ്ഞിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ കുഞ്ഞിന് അവർ പരിശുദ്ധ ഖുർആൻ ഓതി. ഇവർ പഠിച്ച പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അങ്ങനെ ചില കഴിവുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഷിഫാന്റെ ചില ആയത്തുണ്ട്. ആ ആയത്തുകൾ കുടിക്കൊള്ളും. ആ ആയത്ത് ശരിക്കും ചെന്ന് ഓതിയപ്പോൾ ഇവരെ സുഖം, ഈ പെണ്ണിന്റെ സുഖം മാറി. അസുഖം മാറി. പെണ്ണ് എഴുന്നേറ്റു. രാജാവ് അവർക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങളൊന്നും വാങ്ങുന്നവരല്ല. ഞങ്ങളിവിടെ വന്നത് പരിശുദ്ധ ഖുർആൻ ഓതി ഇവരെ ചികിത്സിക്കാൻ മാത്രമേ ലക്ഷ്യമുള്ളൂ. ഖുർആന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു, ഞങ്ങളെ ബലം കൊണ്ടല്ല. നാടുവാഴി പറഞ്ഞു, നിങ്ങൾ എന്നെ മാനം കെടുത്തരുത്. ഞാൻ ഈ നാടിന്റെ നാടുവാഴിയാണ്. എനിക്ക് ഇഷ്ടം പോലെ സൗകര്യവും സംവിധാനമുണ്ട്. എനിക്ക് ഒരൊറ്റ മകളേ ഉള്ളൂ. എൻ്റെ ജീവൻ തിരിച്ചു തന്ന പോലെയാണ്. ഞാൻ എന്താ വേണ്ടത് പറയാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഒന്നും വേണ്ട. നിർബന്ധിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കുഴിച്ചിരിപ്പിനും കുടിപാർപ്പിനും അല്പം സ്ഥലമാണെന്ന് പറഞ്ഞു. കുഴിച്ചിരിപ്പ് കുടിപാർപ്പ് എന്ന് ഉപയോഗിച്ച പദം, അതിനെ നാടുവാഴി തിരിച്ചു ചോദിച്ചൊരു ചോദ്യന്റെ ചരിത്ര പുസ്തകത്തില്. അത് വായിക്കുമ്പോഴാണ് അതിന്റെ ചരിത്രം ശരിയായിട്ട് നമുക്ക് ബോധ്യപ്പെടാം. നിങ്ങൾക്ക് ഏറും പാടം വേണോ കണ്ണും പാടം വേണോ എന്നാ ചോദ്യം. അന്നത്തെ അളവാണത്. വില്ലേജ് ഓഫീസ് നാള് വന്ന് ചെയിൻ പിടിച്ച് അളക്കുന്ന സ്വഭാവമൊന്നുമില്ല. ഏറുംപാടം എന്ന് പറഞ്ഞാൽ എറിയ ഒരു കുന്തം. ആ കുന്തം ചെന്ന് കുത്തി നിൽക്കുന്ന സ്ഥലം പോലെ പോൾവാൾട്ട് പോലെ ആ കുന്തം ചെന്ന് കുത്തി നിൽക്കുന്ന സ്ഥലം. അങ്ങനെ 4 അതിരുകൾ, അതിന്റെ ഉള്ളിലെ സ്ഥലം പതിച്ചു കൊടുക്കും. അതൊരളവാ. അതല്ലെങ്കിൽ കണ്ണും പാടം നോക്കിയിട്ട് അതിര് പറയാം. അവിടെ ഇന്ന അതിര് പറയാം. കണ്ണുകൊണ്ട് നോക്കുന്ന ഏറുംപാടം കൂടും, കണ്ണും പാടം കൂടും, എറിഞ്ഞിട്ട് പിടിക്കുന്നത് കുറയും. മുസ്ലിങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഏറുംപാടം മതി, കുറച്ച് മതി. അവർക്ക് ആ സ്ഥലം പതിച്ചു കൊടുത്തു സുന്ദരമായിട്ട്. സ്വർണ്ണവും വെള്ളിയും വേണ്ടതെന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. ആ പ്രദേശത്ത് അവർ പള്ളി ഉണ്ടാക്കി. അങ്ങനെയാണ് പന്തലായനിയിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കപ്പെട്ടത്. അക്രമം കൊണ്ടല്ല ദീൻ ഇവിടെ പ്രചരിച്ചത്. അക്രമവും അരാജകത്വവും അല്ല ദീനിന്റെ പ്രചരണ മാധ്യമം. അതാ പഠിക്കേണ്ടത് നമ്മള്. കണ്ണൂരിൽ ഇസ്ലാമിക പ്രബോധനമാരാ? ആലിരാജാവാരാ? സൈഫുദ്ദീൻ അലിയാണ്. സൈഫുദ്ദീൻ അലി നേരത്തെ കോഹിനൂർ എന്ന് പറഞ്ഞുകൊണ്ട് അറക്കല രാജാവിന്റെ ആ പരമ്പരയിൽപ്പെട്ട ആളായി പിന്നെ മാറുന്നത് എങ്ങനെയാ? മക്കത്ത് പോയി അമ്മാവന്റെ കൂടെ ദീൻ വിശ്വസിച്ച് വന്നപ്പോഴാ. പെരുമാൾ നമ്മുടെ കേരളത്തിൽ അങ്ങോട്ട് പോയില്ലേ? അദ്ദേഹത്തിന്റെ കൂടെ പെരുമാളിന്റെ പെങ്ങൾ ശ്രീദേവിയുടെ മകൻ പോയി. പോകുമ്പോ കുട്ടിന്റെ പേര് കോഹിനൂറാണ്. തിരിച്ചു വന്നപ്പോ കുട്ടിന്റെ പേര് സൈഫുദ്ദീനാ. ഈ സൈഫുദ്ദീൻ എങ്ങനെയാ രാജാവായത്? സൈഫുദ്ദീൻ രാജാവാകാൻ കാരണം, സൈഫുദ്ദീൻ തിരിച്ചു വന്ന് ധർമ്മടത്ത് അരക്കുകാരൻ അപ്പുവിന്റെ വീട് വാങ്ങിയിട്ട് അവിടെ താമസിച്ചു. അവിടെ താമസിച്ച വീട്ടിൽ അദ്ദേഹം താമസിക്കുന്ന സമയത്ത് അവരെ കുടുംബ സ്വത്തുണ്ട് ഏടിമലയിൽ അദ്ദേഹം പോയി തിരിച്ചു വരുമ്പോ അദ്ദേഹം പുഴത്തീരത്ത് കൂടെ വരുന്ന സമയത്ത് പുഴയിൽ ഒരു ശബ്ദം. നോക്കുമ്പോൾ ഒരു പെണ്ണ് ഒലിച്ചു പോവാണ്. ഒലിച്ചു പോകുന്ന പെണ്ണ് കയ്യും കാലൂട്ട് അടിച്ചിട്ട് ഒലിച്ചു പോവുക. അദ്ദേഹം പുഴയിലേക്ക് ചാടി പെണ്ണിനെ രക്ഷപ്പെടുത്തി. ആ പെണ്ണിനെ രക്ഷപ്പെടുത്തി നോക്കുമ്പോൾ പെണ്ണിന് വസ്ത്രമൊന്നുമില്ല, ഒഴുക്കപ്പെട്ട് വസ്ത്രം ഒലിച്ചു പോയിട്ടുണ്ട്. ആ പെണ്ണ് അദ്ദേഹം തന്നെ മേൽമുണ്ടെടുത്ത് ഉടുപ്പിച്ചു. അങ്ങനെ ആ പെണ്ണിനെ കരക്ക് കയറ്റി ആശ്വസിപ്പിച്ച്, അവളെ ആശ്വസിപ്പിച്ച് നിൽക്കുമ്പോഴേക്കും തോഴിമാരും ബന്ധപ്പെട്ടൊരു കന്നെ ചോടിയെത്തി. അത് ചെറക്കല രാജാവിന്റെ മകളാ, ചില്ലറക്കാരിയല്ല. ചെറക്കല ഹിന്ദു രാജാവിന്റെ മകള് അടിതെറ്റി കുളത്തിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ വീണുപോയതാ. തോഴിമാര് കരക്കൂടെ ഓടി വന്നു, പെണ്ണിനെ സ്വീകരിച്ചു, പട്ടണത്തിൽ കൊണ്ടുപോയി. പെണ്ണ് പറഞ്ഞു, എനിക്ക് പുടവ നഷ്ടപ്പെട്ടപ്പോൾ പുടവ തന്നത് ആ ചെറുപ്പക്കാരനാ.
ഹൈന്ദവർക്ക് ഒരു വിശ്വാസമുണ്ട്, ചോദിച്ചാൽ അറിയാം. ഒരു പെണ്ണിന് പുരുഷൻ പുടവ കൊടുത്താൽ സവ്വജത്തുക എന്ന് പറഞ്ഞ മാതിരിയാണ്. എൻ്റെ കണക്കങ്ങനെയാണ്, വിവാഹം. അതുകൊണ്ട് അയാൾ എനിക്ക് വിവാഹം കഴിച്ചു തരണം എന്ന് പറഞ്ഞു. ചെറുക്കൽ രാജാവ് തടസ്സമൊന്നുമില്ല. ചെറുക്കൽ രാജാവ് പറഞ്ഞു, നിനക്ക് താല്പര്യമാണ് വിവാഹം കഴിച്ചോ. അവളെ മുസ്ലിം ആകാൻ അനുവദിച്ച് കോഹിനൂർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ സൈഫുദ്ദീൻ അലിയാണെന്ന് മനസ്സിലാക്കി മുസ്ലിമായി ആ ദമ്പതികളെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു ചെറുക്കൽ രാജാവ്. എന്നിട്ട് രാജാവ് കണ്ണൂരിൽ അദ്ദേഹം ഭൂപ്രദേശം മുഴുവൻ എഴുതി കൊടുത്തു. അങ്ങനെയാണ് ആലി രാജാവ് സൈഫുദ്ദീൻ അലി ആലി രാജാവായി ഒരു വലിയ പ്രദേശത്തിന്റെ ഉടമയായത് എന്ന് ചരിത്രത്തിലുണ്ട്. ഇവിടെ ഒഴുകിപ്പോകുന്ന ഒരു പെണ്ണിനോട് കാരുണ്യം കാണിച്ചപ്പോഴാണ് ആ പ്രദേശം കിട്ടിയതും രാജകുടുംബത്തിലെ അദ്ദേഹം മറ്റൊരു രാജ്യത്തിന്റെ അധിപനായി മാറിയതും ഇസ്ലാമിക പ്രബോധനത്തിന് അറക്കൽ രാജകുടുംബം വലിയ പങ്കുവഹിച്ചതും. ഇതൊന്നും അക്രമം കൊണ്ടല്ല, ഇതൊന്നും അരാജകത്വം കൊണ്ടല്ല. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ നോക്ക്. MGS നാരായണൻ സാറ് പോലും എഴുതിയിട്ടുണ്ട്. കൾച്ചറൽ സിംബയോസിസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് KKN കുറുപ്പ് പോലും നമ്മുടെ കേരളത്തിലെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഈ സമാധാനത്തിന്റെ സന്ദേശമാണ് ദീൻ. അതാണ് ദീൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ ആള് വേണം. അപ്പൊ നമ്മൾ ആക്രമിക്കുന്ന ആളുകൾ പിന്നോട്ട് പോകും. അതുകൊണ്ട് ദീനിയായ ദിശാബോധമുള്ളൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള കഠിന പരിശ്രമമാണ് അറബി കോളേജും അതുപോലെ തന്നെ ഖുർആൻ പഠിച്ച കുട്ടികൾ നമുക്ക് നടത്തേണ്ടതും. അതിന് സഹായിക്കുന്നവർക്ക് വേണ്ട സഹായമൊക്കെ നമ്മൾ ചെയ്യണം. അതിന്റെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ ഈ മഹാന്മാരായ നേതാക്കൾക്കൊപ്പം നാളെ സ്വർഗത്തിൽ നമുക്കും പോകാൻ കഴിയും. അതിനു വേണ്ടിയാണ് കേരളീയ ഉമ്മത്തിനെ ഇത്ര കാലമായി 90 ആണ്ട് കഴിഞ്ഞ് 100ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന സമയത്ത് സജ്ജമാക്കിയത്. ഇത് ഉത്തരേന്ത്യക്ക് ഇല്ലാത്ത അവസ്ഥയാണ്. ഇത് ഉത്തരേന്ത്യക്കില്ല. ഇല്ലെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, ഒരു മാസം മുമ്പ് ഇവിടെ വന്ന ഹൈദരലി ശിഹാബ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൽക്കട്ടയിൽ പോയി. അവർ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ കൽക്കത്തയിൽ നിന്ന് 5 മണിക്കൂർ ട്രെയിനിന് പോയാലെത്തുന്ന ബീർഭൂം എന്ന് പറയുന്ന ജില്ലയിലെ സ്ഥാപനം 20 ഏക്കർ സ്ഥലത്ത് 10 ഏക്കർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു കെട്ടിടം 5 കൊല്ലം മുമ്പാണ് ആ കെട്ടിടം സ്ഥാപിക്കാൻ തുടങ്ങിയത്. ദാറുൽ ഹുദയുടെ ഒരു കേന്ദ്രം. അവിടെ ചെന്നിട്ട് ആ ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ബഹാവുദ്ദീൻ നദിയെ കണ്ട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും. അവരൊന്നിച്ച് വിളിച്ചു കൂട്ടിയിട്ട് അവരോട്, നല്ല ഒരു ടീമുണ്ട് അവിടെ, മുസ്ലിങ്ങൾ, സാമ്പത്തിക ദാരിദ്ര്യമുള്ളവർ, ദീൻ എന്താണെന്നറിയില്ല, അവരോട് ചോദിച്ചു നമ്മളെ നബിയുടെ പേരെന്താ. നമ്മളെ കുട്ടികളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് അപ്പോൾ പറയും. ആർക്കും പറയാൻ അറിയുന്നില്ല. ഒരാൾ മെല്ലെ അറച്ചറച്ച് ബാക്കിൽ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു, മുഹമ്മദ് നബി അല്ലേ എന്ന് ചോദിച്ചു. അവന് ഉറപ്പില്ല. ചോദിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചു, അവന് കുറച്ച് വിവരം ഉണ്ടാവുന്ന കരുതി ചോദിച്ചു, എവിടെ മുഹമ്മദ് നബി ജനിച്ചതെന്ന് ചോദിച്ചു. അവന് യാതൊരു സംശയമില്ല, കേരളത്തിലാന്ന് ഉറപ്പാ. അപ്പം പറഞ്ഞു. ഇതൊരു അനുഭവമാണ്. ഞാനീ പറയുന്നത് ബഹാവുദ്ദീൻ നദിയോട് ചോദിച്ചാൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞുതരും. എന്താ ഇതിന്റെ കാരണം? ദീനിനെ കുറിച്ച് ABCD അറിയാത്തൊരു കൗമ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടു. മുസ്ലിം കുടുംബം, കൊച്ചു വീടുകൾ, സൗകര്യങ്ങളില്ലാത്ത വീട്, പ്രാഥമിക ആവശ്യം പോലെ റോഡ് സൈഡിൽ ആ സുബൈക്കുമ്പോൾ നിർവഹിക്കുക. അവർക്ക് ചെറിയ കുളങ്ങളുണ്ടാവും. വീടുകൾക്ക് മധ്യത്തിൽ 4-5 വീടുകൾക്കൊരു കുളം. അതാണ് അവരുടെ രീതി. ആ കുളത്തിൽ അവർ കുളിക്കും, പാത്രം കഴുകും, പശുവിനെ കഴുകും, നായയും കഴുകും. എല്ലാ വീടും നായ ഉണ്ടാവും. 4 ഒരു കുളത്തിൽ. ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ. കേരളത്തിലെ മുസ്ലിമീങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമല്ല. എന്താ കാരണം? നമ്മുടെ വൃത്തി, ശുചിത്വം, അന്നദാഫത്ത് മിനൽ ഈമാൻ, നമ്മുടെ ജീവിത രീതി, നമ്മുടെ പരിശുദ്ധ ഖുർആൻ. ഏത് കുട്ടിയും ഓതും, അവിടെ നിന്ന് കഴിയുന്നില്ല. ദാറുൽ ഹുദയുടെ സ്ഥാപനം വന്നപ്പോൾ വന്ന മാറ്റം ചെറുതല്ല. അവിടുത്തെ കുട്ടികൾ അവിടെ പഠിക്കുന്നത് എന്തൊരു വലിയ മാറ്റമാണ് അവിടെ വന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നോർത്ത് ഇന്ത്യയിലേക്ക് പോലും ഇസ്ലാമിനെ ശരിക്കും പ്രബോധനം ചെയ്യാൻ കെൽപ്പുള്ള തലമുറയെ വാർത്തെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിയത് നമ്മുടെ ആലിമീങ്ങൾ സംഘം ചേർന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ്. ആ രംഗത്ത് യമാനിയൊക്കെ വഹിക്കുന്ന പങ്ക് ചെറുതല്ല, നാളെ അറിയപ്പെടും. ഞാൻ എപ്പോഴും കുട്ടിയസൻ താരിമിയോട് പറയാറുണ്ട്, യമാനികൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പലപ്പോഴും പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ഒരു യമാനിയാണ് ആ പള്ളിയിലെങ്കിൽ ആ മഹലിന്റെ സമത്വക്കൊപ്പം ഉണ്ടാവും. എന്താ കാരണം? അവർക്കൊരു ആദർശ ബോധവും പ്രതിബദ്ധതയുണ്ട്. അത് ഉസ്താദുമാർ പഠിപ്പിച്ച ശംസുലമയുടെ ആദർശം അവരെ തലയിലുള്ളത് കൊണ്ടാണ്. പല സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് ആ ഒരു ബോധമില്ല. അവർ ചെയ്യുന്നത് തൽക്കാലം അവർക്ക് ഒരു സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുള്ള തൊഴിൽ മേഖല മാത്രമാക്കിയിട്ട് മാറ്റുക. യമാനികൾ അങ്ങനെയല്ല, തൊഴിൽ മേഖലയാക്കി മാറ്റുന്നതിന് പകരം ആ മഹലിൽ സമത്വയൊക്കെയാണ്, ഒരു സമത്വക്ക് ഹിദ്മത്ത് ചെയ്യുകയാണ്. അതുകൊണ്ട് യമാനികളോട് വല്ലാത്തൊരു താല്പര്യമാണ്. ഞാൻ പലപ്പോഴും അത് ഈ സദസ്സിലായതുകൊണ്ട് പറയല്ല. യമാനികൾ ജോലി ചെയ്യുന്ന സ്ഥാപനമുണ്ടോ ആ സ്ഥലത്തൊക്കെ സമത്വയുടെ ശബ്ദം അവർ ഉയർത്തും. അതവരുടെ പ്രത്യേകതയാണ്. അള്ളാഹു അർഹതപ്പെട്ട പ്രതിഫലം അവർക്ക് നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇത്തരം സ്ഥാപനങ്ങളുടെ മുഴുവൻ നിലനിൽപ്പും പ്രവർത്തനവും നമ്മുടെ പ്രചോദനങ്ങളാണ്. ഗൾഫിന്റെ കവാടമൊക്കെ അടഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മളാണ് അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യേണ്ടത്. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും നമുക്കതിനൊക്കെ കൊടുക്കാനുള്ള വക പടച്ചിറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളെ സ്പോൺസർ ചെയ്തുകൊണ്ടും അവരുടെ ചെലവുകൾ സ്പോൺസർ ചെയ്തുകൊണ്ടും ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും നമ്മുടെ കുട്ടികളാണെന്ന ബോധത്തോടു കൂടി ഈ സ്ഥാപനത്തെ നെഞ്ചേറ്റാൻ നിങ്ങളൊക്കെ തയ്യാറാവണം.
എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ചേലക്കാട് ഉസ്താദ് ഇവിടെ നീണ്ട ദുആ നടത്താനുള്ളത് കൊണ്ട് ഞാൻ ദുആ ചെയ്യുന്നില്ല, ഒരു അവിവേകം ഞാൻ കാണിക്കുന്നില്ല. അർഹമുറാഹിമായ തമ്പുരാൻ ഈ സദസ്സിൽ നമ്മൾ ഇരുന്നത് പോലെ നാളെ സ്വർഗത്തിൽ നമ്മൾ ഒന്നിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെ പടച്ചറവ് വിജയിപ്പിക്കുമാറാവട്ടെ. ശംസുലമയെ സ്നേഹിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനത്തെ നമ്മൾ സ്നേഹിക്കുന്നത്. അതിന്റെ ബർക്കത്ത് കൊണ്ട് അന്തമഅമൻ അഹബബ്ത എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവരെ കൂടെ സ്വർഗത്തിൽ ചേരാൻ പടച്ചറവ് നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.